സ്വാഗതം. പണിയെടുത്തുണ്ടാക്കിയ പണം ഒരു സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചു എന്ന കുറ്റമേ സാബു എന്ന ഹതഭാഗ്യൻ ചെയ്തുള്ളൂ. അതിന് ബാങ്കിലെ രാഷ്ട്രീയക്കാരായ ഭരണസമിതിയിൽ നിന്ന് കിട്ടിയ മറുപടി പണി മനസ്സിലാക്കി തരാമെന്നാണ്. ഭീഷണി CPMന്റെ മുൻ ഏരിയ സെക്രട്ടറിയിൽ നിന്നാണ്. കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകൾ CPM പോലീസിനെയും ഗുണ്ടകളെയും ഉപയോഗിച്ച് പിടിച്ചെടുക്കുന്നുവെന്നും ഈ ബാങ്കുകൾ പിന്നീട് പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്നുമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. സാബു സഹകരണ മേഖലയുടെ രക്തസാക്ഷിയാണ്. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി സാബുവിൻ്റെ ഭാര്യ മേരിക്കുട്ടി, കോൺഗ്രസ് നേതാവ് സേനാപതി വേണു, LDF സഹയാത്രികൻ റെജി ലൂക്കോസ്, മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകൂടി എന്നിവർ. ആദ്യം മേരിയിലേക്കാണ് പോകുന്നത്. മേരി, സാബുവിന് ഈ ദാരുണമായ ഈ വിധി സമ്മാനിച്ചത് ഒരു സഹകരണ മേഖലയിൽ പണം നിക്ഷേപിച്ചതാണല്ലോ. ആ സഹകരണ ബാങ്ക് പ്രതിസന്ധിയിലാണ് എന്നും ഗഡുക്കളായി പണം നൽകാം എന്നുള്ളതായിരുന്നു ധാരണ എന്നാണ് ഭരണസമിതി വിശദീകരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ പണം ആവശ്യമായി വന്നതുകൊണ്ടാണോ ഈ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിച്ചത്? കൂടുതൽ പൈസ ഇല്ല. പെട്ടെന്ന് നമുക്ക് ആദ്യമേ ബാങ്ക് പറഞ്ഞിരുന്നത് ഞങ്ങൾ സ്ഥലക്കച്ചവടത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, അതൊക്കെ മാനേജ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് 1.25 ലക്ഷം രൂപ വെച്ച് തന്നേക്കാമെന്നാണ് പറഞ്ഞിരുന്ന. മാസം 1 ലക്ഷം രൂപയും പിന്നെ ബാക്കി പലിശയെല്ലാം കൂടി കൂട്ടി 1.25 ലക്ഷം രൂപ തന്നേക്കാമെന്ന് പറഞ്ഞു. ആ 1.25 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 3-4 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ചെന്ന് കഴിയുമ്പോൾ പറയും പിറ്റേ ദിവസം വരെ, അതല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് തന്നേക്കാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും വാക്ക് പാലിക്കാറില്ല. ഉച്ച കഴിഞ്ഞ് കൊണ്ട് തന്നേക്കാമെന്ന് പറയും, വാക്ക് പാലിക്കില്ല. അങ്ങനെ ആ രീതിയിൽ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ ഇവിടുന്ന് കാരണവന്മാർ പ്രായമായ കാരണവന്മാരാണ്, കിടപ്പിലായ കാരണവന്മാർ. അമ്മച്ചിയാണ് കിടന്ന കിടപ്പാണ് 1.5 വർഷമായിട്ട്. അമ്മച്ചിയെ ഇട്ടേച്ച്, ചാച്ചനും തീർത്ത് വയ്യാത്ത 93 വയസ്സുള്ള ചാച്ചനും, അവരെ ഇട്ടേച്ച് വേണം ഞാൻ ഈ പൈസയ്ക്ക് വേണ്ടി പോയി നിൽക്കാനായിട്ട്. അത് 2 മണിക്ക് പോയാൽ ചിലപ്പോൾ 5 മണിക്കായിരിക്കും തിരിച്ചു വരുന്നത്. ആ അവസ്ഥയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. 1.5 വർഷമായിട്ട് ഞങ്ങൾ ഈ പൈസയുടെ പുറകെ വെമ്പൽ കൊള്ളുന്നു. അതായത് പല ആവശ്യങ്ങളും നമുക്കുണ്ടല്ലോ, പിള്ളേരുടെ വിദ്യാഭ്യാസം, അങ്ങനെയുള്ള പൈസ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത്. ആ സമയത്തൊന്നും ഒരിക്കലും ഞങ്ങൾക്ക് തരാറില്ല. എന്നിട്ട് ലാസ്റ്റ് ബോർഡ് മെമ്പേഴ്സ് മീറ്റിംഗ് കൂടി പറഞ്ഞു 1.25 ലക്ഷം രൂപ തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് പെട്ടെന്നൊരു എമർജൻസി ആയിട്ട്, അതായത് ഡിസംബർ 30-നാണ് ശരിക്കും അവർ വാക്ക് പറഞ്ഞതനുസരിച്ച് തരേണ്ടത്. പക്ഷേ ഞങ്ങൾക്ക് എമർജൻസി വന്നുകൊണ്ട് 10-15 ലക്ഷം രൂപ അവിടെ കിടപ്പുണ്ട്, 14.5 ലക്ഷം രൂപയും പലിശയും. അപ്പം ഞങ്ങൾക്ക് എമർജൻസി ആയിട്ട് പൈസ വേണ്ടി വന്നു. കാരണം ഒരു ചികിത്സ ആവശ്യത്തിനാണെങ്കിൽ എപ്പം വേണേലും ചോദിച്ചാൽ മതി, തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചികിത്സ ആവശ്യം വന്നുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് തന്നെ ചോദിച്ചു. അതിപ്പം ഉണ്ടാകുകയില്ല, 30-ാം തീയതിയിലെ വാക്ക് പറഞ്ഞേക്കുന്നു, ആ രീതിയിലൊക്കെ നടക്കുകയുള്ളൂ, ഉടനെ ഹോസ്പിറ്റൽ കേസാണെങ്കിൽ നടക്കുകയായിരുന്നു. കാരണം നമ്മൾ ഇൻഷുറൻസ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. അപ്പോൾ ഇൻഷുറൻസ് എടുത്തിട്ട് 1 വർഷമായുള്ളൂ. അതപ്പോൾ ഈ യൂട്രസ് സംബന്ധമായ രോഗങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടുകയില്ല, 2 വർഷം കഴിയണം. അങ്ങനെ പെട്ടെന്ന് അറിയുന്നത്. പെട്ടെന്ന് നമ്മൾ ഇട്ടിടത്തു നിന്നല്ലാതെ നമുക്ക് വേറെ പൈസ എവിടുന്ന് ചോദിക്കാനും, ലോണായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ലോണായിട്ട് തന്നാൽ മതി, ഞങ്ങൾ ഇട്ട നിക്ഷേപത്തിൽ നിന്നുള്ള ലോണൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല, അല്ലെ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ 4 മണി തൊട്ട് 5 മണി വരെയും ബാങ്കിൽ നിന്നിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അത് വല്ലാത്ത അവസ്ഥയായിരുന്നു. അതായത് വൈറൽ ഫീവറും പിന്നെ പനിയും, അതിൻ്റെ കൂടെ യൂട്രസ് ബ്ലീഡിങ് പ്രോബ്ലം ഒക്കെ ആയിരുന്നു. അപ്പോൾ അതും വെച്ചുകൊണ്ടാണ് നമ്മളീ പോകുന്നത്. പിറ്റേ ദിവസം സാബു എന്ന് പൈസ ചോദിച്ചു. പൈസ ചോദിച്ചിട്ടും യാതൊരു അനക്കമില്ല, ഇപ്പോൾ ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സാബു ഒരു ദിവസം ചെന്ന് ചോദിച്ചു കഴിഞ്ഞ് നടക്കാതെ വന്നപ്പോൾ മൂത്ത മകന് പറഞ്ഞു, എൻ്റെ അമ്മയുടെ ജീവിത പ്രശ്നമാണ്, എൻ്റെ അമ്മയെ രക്ഷിക്കണം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒരു 40,000 രൂപ തന്നു. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഓപ്പറേഷന് വേണ്ടി ഒരു 2 ലക്ഷം രൂപ അടുത്താകും, കാരണം മൊത്തം എക്സ്പെൻസും എല്ലാം കൂടെ കൂട്ടി, അതായത് ഓപ്പറേഷൻ തന്നെ 95 രൂപയാവും എന്ന് പറഞ്ഞു. പിന്നെ ബാക്കി എക്സ്പെൻസ് എല്ലാം കൂടെ കൂട്ടി 2 ലക്ഷം രൂപയോളം ആവും. കീഹോൾ സർജറി ആയിരുന്നു. അപ്പം പൈസ ഇല്ലാതെ പറ്റിയല്ലോ എന്ന് പറഞ്ഞ് സാബു ആകെ ടെൻഷനിലായി. പെട്ടെന്ന് നമുക്ക് പോയി ലോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ലോൺ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആ അവസ്ഥയിൽ നിൽക്കുമ്പം ഒരു വൈകുന്നേരം ആയപ്പോൾ ഒരു 40 രൂപയും കൂടെ തന്നു. മൊത്തം 80 രൂപ തന്നവർ. 80 രൂപ തന്നു കഴിഞ്ഞപ്പം ഞാൻ അവിടുത്തെ സെക്രട്ടറിയെ വിളിച്ച് പറഞ്ഞു, എനിക്ക് ഈ 80 രൂപയും കൊണ്ട് ഒന്നും ആകുകയില്ല, കാരണം കുറച്ച് പൈസയും കൂടെ നിങ്ങൾ ഞങ്ങൾക്കൊരു റെസിപ്റ്റും കൂടി ഉണ്ട്, ഒരു 65,000 ഒരു റെസിപ്റ്റും ഉണ്ട്, അതും കൂടി എങ്കിലും 2 ലക്ഷം രൂപയാണ് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തത്.
പക്ഷേ അന്നേരം പറഞ്ഞു അതുകൊണ്ട് അങ്ങ് സംതൃപ്തിപ്പെട്ടാൽ മതി, വേറെ ആരോടെങ്കിലും ചോദിക്കാൻ പറഞ്ഞു. സെക്രട്ടറി ഫോൺ കട്ട് ചെയ്തു. ഹോസ്പിറ്റലിൽ ചെന്നാണ് ഞാൻ വിളിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് സംതൃപ്തിപ്പെട്ടാൽ മതി, വേറെ ആരോടെങ്കിലും ചോദിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നടക്കുകയില്ല, റെജി പൈസ തരാതെ പറ്റത്തിരുന്നു. അങ്ങനെ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞ് സാബു പിറ്റേ ദിവസം പൈസയ്ക്ക് വേണ്ടി ചെല്ലുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത്. അത് 10 ആയപ്പോൾ അവിടെ ചെല്ലുമ്പം പൈസ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും പൈസ ബിനോയ് എന്ന് പറഞ്ഞ ആൾ സാബുവിനെ തള്ളിവിടുകയും പോടാ പുല്ലെന്ന് പറയുകയും ഒക്കെ ചെയ്തു. ഭയങ്കരമായിട്ട് മാനസികമായിട്ട് എല്ലാവരും കൂടി 2 ലേഡീസ് സ്റ്റാഫുണ്ട്, സെക്രട്ടറിയും വേറൊരു ലേഡീസും കൂടി ഉണ്ട്. അവർ 2 പേരും കൂടി എഴുന്നേറ്റ് ഭയങ്കരമായിട്ട് ഫയർ ചെയ്തിട്ടുണ്ട്. സാബുവും ആ കുറിപ്പിനകത്ത് എഴുതിയിട്ടുണ്ട് അവരുടെ പേര്. അവർ 2 കൂടെ ഭയങ്കരമായിട്ട് ഫയർ ചെയ്ത് ഭയങ്കര ഷോക്കായിപ്പോയി അന്നത്തെ ദിവസം. അന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞു 3 മണിയാകുമ്പോൾ ഇച്ചിരി പൈസ ഇട്ടേക്കാമെന്നാണ് പറഞ്ഞേക്കുന്നതെന്ന്. 3 മണിയായിട്ടും പൈസ ഇട്ടിട്ടില്ല. ഇട്ടേക്കാമെന്ന് പറയുന്നതല്ലാതെ 1.5 വർഷമായിട്ട് ഞങ്ങൾ ഈ ഒരു 100 പ്രാവശ്യം പോയാൽ എന്നിട്ട് അവിടുന്ന് ആൾ വരുന്നു, ഇവിടെ വന്ന് കടയാണ് ഞങ്ങൾക്ക്, ചെറിയൊരു സ്റ്റേഷനറി കടയാണ്. അവിടെ വന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു, ഒച്ചയിടുന്നു, പോകുന്നു, മൊത്തം പ്രശ്നമായിരുന്നു. അപ്പോൾ ഇപ്പോൾ പൈസ ഉണ്ടാകുകയില്ല, അങ്ങനെ ആൾ കൂട്ടി ഇങ്ങ് വരിക. അപ്പോൾ അതുപോലെ ഞങ്ങൾ സഹിച്ചു മടുത്തു. ലാസ്റ്റ് പല പ്രാവശ്യം ഞാൻ കരഞ്ഞിറങ്ങിപ്പോന്നു. കാരണം എനിക്ക് ഇച്ചിരിയോടെ ഈ ചികിത്സയ്ക്ക് പണം ലഭ്യമല്ലാത്തതിൻ്റെ ഒരു മനോവിഷമമാണോ, അതല്ല ഈ മേരിക്കുട്ടി തന്നെ മുമ്പ് പറഞ്ഞ ഈ ബാങ്കിലൊക്കെ ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ, ആ സംഘർഷങ്ങൾ, ആ ഭീഷണി, ഇതൊക്കെയാണോ മരണത്തിലേക്ക് നയിച്ചത്? എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം? പണം കിട്ടാത്ത വിഷമം ഉണ്ടെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ നമ്മൾ പൈസ കെട്ടി വെക്കണം. അതുകൊണ്ട് അവരുടെ ഭീഷണിയാണ് ഏറ്റവും സ്ട്രോക്കായിപ്പോയത്. അന്നത്തെ ആ ദിവസത്തെ ഭീഷണി. അത് കഴിഞ്ഞപ്പോൾ 3 മണിയായപ്പോൾ ഞങ്ങൾ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആരാ എടുത്തതെന്നുള്ളത് എനിക്ക് ക്ലിയർ അറിയത്തില്ല, അത്രയും ക്ലിയർ അറിയത്തില്ല. ആരോ ഒരാൾ എടുത്തേച്ച് പറഞ്ഞു താൻ ബിനോയ്ക്കിട്ട് തല്ലിയല്ലേ എന്ന് ചോദിച്ചു. സാബു പറഞ്ഞു ഞാൻ തല്ലാനോ, എനിക്കതിന് തല്ലാനുള്ള, ഞാൻ അങ്ങനെയുള്ള ഒരു കേസിലും പെടുന്നയാളല്ല, ഒന്നും ചെയ്യുന്നയാളല്ല. അവർക്ക് പൈസ എങ്ങനെയായിരുന്നു നമുക്ക് തരാതിരിക്കണം, അതായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് സാബു എന്നോട് പറഞ്ഞു. എന്നിട്ട് താൻ ബിനോയ്ക്കിട്ട് തല്ലിയല്ലോടോ എന്ന് പറഞ്ഞു. ഞാൻ തല്ലിയിട്ടുമില്ല, ഒന്നുമില്ല, ബിനോയ് എന്നെ തള്ളിവിട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇവർ ഒരാളുടെ കൊടുക്കാമെന്ന് പറഞ്ഞു. കൊടുത്തത് VR സജി എന്ന് പറഞ്ഞ ഒരു പ്രസിഡൻറ്റിലാണ്. ആ പുള്ളിക്കാരനാണ് സാബുവിനെ ശരിക്കും ഭീഷണിപ്പെടുത്തിയത്. തനിക്കിട്ട് പണി വെച്ചിട്ടുണ്ട്, തൻ്റെ പേര് കേസൊന്നും കൊടുക്കുന്നില്ല, കാരണം തന്നെ എനിക്കറിയാം, തനിക്കിട്ട് ഞാൻ പണി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് മൊത്തം മൊബൈലിലുണ്ട് സാബുവിൻ്റെ. തനിക്കിട്ട് ഞാൻ പണി വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ കേട്ടപ്പോഴത്തേനും ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലോട്ടായി സാബു. അപ്പോൾ എല്ലാ ദിവസവും കട അടച്ചു വന്ന് ഞങ്ങളെ വീഡിയോ കോൾ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത്. അന്നത്തെ ദിവസം വിളിച്ചില്ല. എന്താണ് കാരണം എന്നുള്ളത് നമുക്ക് പിടികിട്ടുന്നില്ല. 10 ആയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിച്ചപ്പം ഭയങ്കര ദുഃഖത്തിലാണ്. നമ്മൾ വിട്ടുപോയി, നമുക്ക് ജോയി വെട്ടിക്കുഴി സാറിനോട് ഒന്ന് പറഞ്ഞാലോ എന്ന് പറഞ്ഞു. ജോയി സാറിനോട് ഞാൻ പറഞ്ഞു ഒരു സ്ഥാപനമാണ്, ആ സ്ഥാപനം നിലനിന്ന് പോകണമെങ്കിൽ നമ്മളിങ്ങനെ പലരോട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഇഷ്യൂ ആവുമല്ലോ, സ്ഥാപനം നിലനിന്ന് പോകേണ്ടതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പല പ്രാവശ്യം സ്ഥാപനം കൊണ്ട് പല കാര്യങ്ങളും പറയിപ്പിക്കുകയില്ലായിരുന്നു. അത് അങ്ങനെ അങ്ങ് നിലനിന്ന് പോട്ടെ, നമ്മളൊരു വ്യക്തികൾ കാരണം ഒരു സ്ഥാപനത്തിന് നാണക്കേടുണ്ടാകരുത്. അതുകൊണ്ട് മാത്രം സാബു പല കാര്യങ്ങളും പറയാതെ അന്ന് ജോയി സാറിൻ്റെ അടുത്ത് പോകണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ എന്നിട്ടും ഞാൻ നിരസിച്ചു. ഒരിടത്തും പോകണ്ട, ഞാൻ ഏതൊക്കെയാലും ഓപ്പറേഷൻ കഴിഞ്ഞ് 2 മാസം റെസ്റ്റൊക്കെ കഴിഞ്ഞ് വരട്ടെ, എന്നിട്ട് നമുക്ക് ഒന്നിച്ചു പോകാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ച് കിടത്തുകയാണ്. ഭയങ്കരമായിട്ട് ആളന്ന് ഭയങ്കര ഷോക്കായിരുന്നു. കൊച്ചു പറഞ്ഞു വീട്ടിൽ നിന്ന നിപ്പിൽ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല, അതൊരവസ്ഥയായിരുന്നു. രാത്രിയിൽ എപ്പോഴോ എഴുന്നേറ്റ് പോയി, എപ്പോഴാണ് പോയെന്നറിയത്തില്ല. 5:45 കൊച്ചു വന്ന് നോക്കുമ്പോഴത്തേക്കും പപ്പായെ കാണുന്നില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു മോനെ പപ്പ ജോയി സാറിനെ കാണാൻ പോകണമെന്നൊന്ന് പറഞ്ഞായിരുന്നു, നീ അങ്ങോട്ടെങ്ങാനും പോയോ? അന്നേരം കൊച്ചു പറഞ്ഞു അതിന് സാധ്യതയില്ല, പപ്പ ലുങ്കി ഉടുത്താണ് പോയേക്കുന്നത്, ഡ്രസ്സൊന്നും മാറിയിട്ടില്ല. അപ്പം കൊച്ച് ബസ് സ്റ്റാൻഡിലും പരിസരത്തും എല്ലാം പോയി നോക്കി. അന്നേരം സാബുവിൻ്റെ പെങ്ങളാണ് അമ്മച്ചിയും ചാച്ചനെയും നോക്കാൻ ഇവിടെ വന്ന് നിന്നിരുന്നത്. അമ്മച്ചി കിടന്ന കിടപ്പിലായ രോഗിയാണ്, ഞാനും നിത്യരോഗിയാണ്. ഈ യൂട്രസ് റിമൂവ് ചെയ്യാനായിട്ട് 10 വർഷമായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നീട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞാൽ കാരണവന്മാരെ നോക്കണം, അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ നമ്മുടെ കേസുകളെല്ലാം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ വല്ലാത്ത സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പോകേണ്ട വന്നു, പൈസ അത്യാവശ്യമായിട്ട് വന്നു. അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് പല പ്രാവശ്യം ഞങ്ങൾ ബാങ്കിൽ അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആയപ്പോഴത്തേനും ഒരു 7 മണി ആയപ്പോഴത്തേനും കൊച്ചിനോട് പറഞ്ഞു ഈ
പപ്പായ ഒന്ന് നോക്കിയിട്ട് പോകാനെന്ന് പറഞ്ഞു. ബസ് സ്റ്റാൻഡിലെല്ലാം തേടിക്കഴിഞ്ഞ് ഇവനൊരു ഡൗട്ട് അടിച്ചു, ബാങ്കിൻ്റെ അവിടെ ഒന്ന് പോയി നോക്കിയാലോ. ബാങ്കിൻ്റെ അവിടെ മണ്ടയ്ക്ക് പോയി നോക്കിയപ്പം ഒരാളിങ്ങനെ നിൽക്കുന്നു, ആ സ്റ്റെപ്പയിലോട്ട് കയറുന്നിടത്ത് ഇങ്ങനെ നിൽക്കുന്നു. കൊച്ചിൻ്റെ അവസ്ഥയൊന്ന് മാനസികാവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. കൊച്ച് ചെന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ പപ്പായ 15 മിനിറ്റ് ആ തണുത്ത ശരീരത്ത് കെട്ടിപ്പിടിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിൽ അവൻ നിൽക്കണം. 15 മിനിറ്റ് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോഴാണ് മുകളിൽ 2 ജോലിക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു ഒച്ചയും ബഹളവും ഒന്നുമില്ല. ആ ജോലിക്കാരും കൂടെ വന്നാണ് കയറഴിച്ചു വിട്ടത്. ഓർത്ത് നോക്കി ആ അവസ്ഥ ഇപ്പോഴും കൊച്ചിന് പേടി സ്വപ്നമായിട്ട് ഇപ്പം ഇങ്ങനെ എപ്പോഴും ഞെട്ടിയേക്കാണ്. സ്വന്തം ഒപ്പനെ കിടക്കുന്ന അവസ്ഥയെ കാണുമ്പോൾ ഈ ജോയി വെട്ടിക്കുഴി എന്ന് പറയുന്നത് അതാരാണ്? അത് ബാങ്കുമായി ബന്ധപ്പെട്ട ആളായിരുന്നു? ജോയി സാർ ഇവിടെ കോൺഗ്രസ് നമ്മുടെ മറ്റേ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്. സാറിനെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. പക്ഷെ ഞങ്ങൾ ഈ പൈസ നിക്ഷേപിക്കുമ്പോൾ എല്ലാം കോൺഗ്രസിൻ്റെ ഭരണമായിരുന്നു ആദ്യമൊക്കെ. അത് കഴിഞ്ഞ് ഈ 1.5 വർഷമായിട്ടേ ഞങ്ങൾക്ക് ഈ പൈസയുടെ പ്രശ്നം വന്നിട്ടുള്ളൂ. 1.5 വർഷം കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. അതിനു മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മേരി, ഈ പോലീസ് ഈ ഘട്ടത്തിൽ മൊഴിയെടുക്കാൻ വന്നോ? കേസെടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്ത വരുന്നുണ്ട്. മൊഴിയെടുക്കാൻ വന്നിട്ടുണ്ടോ? സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ടുണ്ട്. ശരി. ഈ ആത്മഹത്യാക്കുറിപ്പ് ഉണ്ട് എന്ന് പറയുന്നത് കൈമാറിയിട്ടുണ്ടോ മറ്റു രേഖകളൊക്കെ? ആത്മഹത്യാക്കുറിപ്പെല്ലാം മേടിക്കാൻ ഇനി നാളെ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് മൊബൈലിലുണ്ട് അതിൻ്റെ റെക്കോർഡ്. സാവിനോട് ഭീഷണിപ്പെടുത്തിയതെല്ലാം ഉണ്ട്. അപ്പം പോലീസുകാർ പറഞ്ഞു മൊബൈൽ ആർക്കും കൈമാറിയേക്കരുത്, ആ മൊബൈലിലെ രേഖകൾ മിസ്സിങ് ആയേക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആർക്കും കൈമാറിയേക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ശരി, നന്ദി മേരിക്കുട്ടി ഇത്രയും സംസാരിച്ചതിന്. ശ്രീ സേനാപതി വേണു, ഇത് മുൻപ് കോൺഗ്രസ് ഭരിച്ചൊരു ബാങ്കാണ്. ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി പറയുന്നത് കോൺഗ്രസ് ഭരിച്ചപ്പോൾ പ്രതിസന്ധിയിലായിരുന്നു, ഞങ്ങളുടെ കയ്യിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ല ഈ പ്രതിസന്ധിയെക്കുറിച്ച് എന്നാണ്. അവർ കൈ കഴുകുകയാണ്. യഥാർത്ഥത്തിൽ ഈ ബാങ്കിലെ പ്രതിസന്ധിയാണോ കാരണം, അതല്ല സാബുവിനോടുള്ള ബാങ്ക് ഭരണസമിതിയുടെ പെരുമാറ്റമാണോ ഈ മരണത്തിലേക്ക് നയിച്ചത്? ഹലോ, കേൾക്കാം സേനാപതി, പറഞ്ഞു. ഹലോ അജിംസ്. കേൾക്കാം. ഹലോ, കേൾക്കാം സേനാപതി വേണു, പറഞ്ഞോളൂ. അജിംസ്, ഇടയ്ക്ക് ശബ്ദം കട്ടായി പോയി. കേൾക്കാമോ ഇപ്പോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം വേണു, പറഞ്ഞോളൂ. ഹലോ വേണു, സംസാരിച്ചോളൂ. അജിംസെ, ഈ ശ്രീമതി മേരിക്കുട്ടി ലാസ്റ്റ് പറഞ്ഞ 2 കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഒന്ന്, കോൺഗ്രസ് ഈ ബാങ്ക് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രതിസന്ധി ഒന്നുമില്ലായിരുന്നു, എനിക്ക് നിക്ഷേപങ്ങളും തിരിച്ചു കിട്ടിയിരുന്നു, അതിന്റെ പലിശയും തിരിച്ചു കിട്ടിയിരുന്നു എന്നുള്ളതാണ്. 2, മേരിക്കുട്ടി പറഞ്ഞ ശ്രീ ജോയി വെട്ടിക്കുഴി എന്ന് പറയുന്ന ഈ ബാങ്കിന്റെ പ്രസിഡന്റ് അല്ല, അദ്ദേഹം കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രമുഖമായ ഒരു ബാങ്ക്, നിരവധി ശാഖകളും ഉള്ള ബാങ്കിന്റെ പ്രസിഡന്റാണ്. അപ്പൊ അദ്ദേഹത്തെ പോയി കാണാൻ അവര് മനസ്സിൽ വിചാരിച്ചത് ഇവരുടെ ബാങ്കിന്റെ ഈ പ്രതിസന്ധി അദ്ദേഹത്തോട് പോയി പറഞ്ഞ് അദ്ദേഹം വഴി ഈ ബാങ്കിൽ നിന്ന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുമോ എന്നുള്ള. ഈ ബാങ്കിന്റെ പ്രസിഡന്റ് അല്ല, അദ്ദേഹം കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റാണ് ശ്രീ ജോയി വെട്ടിക്കുഴി. ഇവരുടെ ബാങ്ക് എന്ന് പറയുന്നത് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. അപ്പം അതാണ് ഈ ജോയി വെട്ടിക്കുഴി ആരാണെന്ന് അങ്ങ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ 2 കാര്യങ്ങൾ അജിംസെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, 15 ലക്ഷം രൂപ നിക്ഷേപമുള്ള ഒരാളാണ് ബാങ്കിന്റെ കവാടത്തിൽ രാവിലെ പോയി, അവർ പറയുന്നു രാവിലെ ചെന്നാൽ 10 മണിക്ക് ചെന്നാൽ 3 മണിക്ക് ഇവരുടെ ഈ ആട്ടും തുപ്പും കേട്ട് ഇവർ നിൽക്കുക. അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ അവസാനം 2 ലക്ഷം രൂപ ചോദിക്കുന്നു. ഇനി രൂപ ഇല്ല എങ്കിൽ അതിനൊരു മര്യാദയല്ലേ വേണ്ടത്? സഹകരണ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നത്തിന്റെ കാരണം നിങ്ങൾ അല്പം കൂടി ക്ഷമിക്കുക, അതല്ലെങ്കിൽ എന്ന്. ഇത് അവിടുത്തെ വനിതാ ജീവനക്കാരും അതോടൊപ്പം തന്നെ ബിനോയി എന്ന് പറയുന്ന മെമ്പറും ഇദ്ദേഹത്തെ വല്ലാത്ത രീതിയിൽ അപമാനിക്കുക. അപമാനം സഹിച്ച് ഇദ്ദേഹം പുറത്തോട്ട് പോരാൻ തുടങ്ങുമ്പോൾ പിന്നീട് ടെലിഫോണിലൂടെ സംസാരിക്കുന്നത് VR സജിയാണ്. VR സജി എന്ന് പറഞ്ഞാൽ CPMന്റെ മുൻ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ മുമ്പ് ഈ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ്. ഞാനിപ്പോൾ ഇടുക്കിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ അജിംസ് മനസ്സിലാക്കേണ്ടത്, ഇടുക്കിയിലെ കമ്മ്യൂണിസ്റ്റുകാർ ഒരു പ്രത്യേക കളരിയിൽ പഠിക്കുന്നവരാണ്. അവര്
ആശാന്റെ കോളേജിൽ പഠിക്കുന്ന ആളുകളായതുകൊണ്ട് അടിച്ച് ശരിയാക്കുക, ഇനി അടിക്കാൻ പറ്റിയില്ലെങ്കിൽ കടിച്ചു പറിച്ചെങ്കിലും ശരിയാക്കണം. അപ്പൊ ഇവരെല്ലാം സംസാരിക്കുന്നത് ആ രീതിയിലുള്ള ശൈലിയാണ്. ഈ ആളുകളെ അടിക്കുക, ആളുകളെ ഭയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും 19-ാം നൂറ്റാണ്ടിലെ മാടമ്പിത്തരം അത് ഇടുക്കിയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ആശാന്റെ ശിഷ്യന്മാരായതുകൊണ്ട് ആശാന്റെ ഭാഷയിലാണ് ഇവർ സംസാരിക്കുകയുള്ളൂ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ വാക്കിന് ആളുകളെ അടിക്കുക, ഇനി അടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവനെ കടിച്ചു പറിക്കുക എന്നുള്ള രീതിയിലുള്ള സംസാരമാണ്. ഒരുപക്ഷെ ഈ പാവം ഭയന്ന് പോയിട്ടുണ്ടാവും. കാരണം 15 ലക്ഷം രൂപ CPM ഭരിക്കുന്ന ഈ ബാങ്കിൽ നിക്ഷേപമുള്ളത്, പണി തരൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇനി ഇതിന്റെ ഡോക്യുമെന്റ് പോലും നശിപ്പിക്കും. കട്ടപ്പന പോലെ CPM ഭരിക്കുന്ന ഈ ബാങ്കിൽ ചെന്ന് ഇനി അടുത്ത പ്രാവശ്യം ചെന്ന് എന്റെ നിക്ഷേപം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ നിക്ഷേപം പോലും ഇല്ല എന്ന് പറഞ്ഞ് ഇയാളെ തിരിച്ചുവിടാൻ തക്ക പണി കൊടുക്കാൻ പറ്റുന്ന ആളുകളാണ് ഇവരൊക്കെ എന്നുള്ളത് ഒരുപക്ഷെ ഈ സാബു മുളങ്ങാശ്ശേരിക്ക് നല്ലതുപോലെ ബോധ്യമുണ്ടാകും. അതുകൊണ്ടാണ് സാബു ഭയന്നു പോയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഇട്ടിരിക്കുന്ന പൈസ ഇല്ല, അതോടൊപ്പം തന്നെ ഈ രീതിയിലുള്ള ഒരു ഭീഷണിയും ഭയപ്പെടുത്തലും. ഇത് തന്നെയായിരുന്നല്ലോ നമ്മുടെ നവീൻ ബാബുവിനോട് 2 ദിവസത്തിനകം തനിക്കുള്ള പണി വരും എന്ന് PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതാണ്. 8 മണിക്കൂർ പോലും കഴിയുന്നതിന് മുമ്പ്, സ്വീകരണം വൈകുന്നേരം 4 മണിക്കാണ്, നേരം വെളുക്കുന്നതിന് മുമ്പ് ഒരു ADM ആത്മഹത്യ ചെയ്ത്. അപ്പൊ ഇവർ ഈ പണി കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇവർ നിശ്ചയമായിട്ട് പണി കൊടുത്തിരിക്കും. കാരണം ഇവരുടെ ഒരു സംവിധാനം അതൊക്കെയാണ്. ഒരുപക്ഷെ ഇനിയിപ്പോ സാബു നടത്തുന്ന കട, അത് ഇനിയിപ്പോ അതിട്ട് എന്തെങ്കിലും പണിയാണോ, ഏതെങ്കിലും രീതിയിൽ പണി കൊടുക്കാനായിട്ടുള്ളതൊക്കെ ഇവരുടെ കൈകളിലുണ്ട് എന്ന് ഒരുപക്ഷെ നിർദോഷിയായ സാബു ഭയപ്പെട്ടു പോയിട്ടുണ്ടാവും. ഇവിടെ അജിംസ നമ്മൾ മനസ്സിലാക്കേണ്ടത് 15 ലക്ഷം രൂപ നിക്ഷേപിച്ച ഒരു മനുഷ്യൻ, മേരിക്കുട്ടിയോട് ചോദിച്ചാൽ അറിയാം, ഇദ്ദേഹം മധ്യപ്രദേശിലായിരുന്നു കുറച്ചു കാലം, അതിനുശേഷം പ്രവാസിയായിരുന്നു. അവിടുന്ന് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ നിക്ഷേപം, ഒരു ചെറിയ ഷോപ്പാണ് ഇവര് കട്ടപ്പനയിൽ നടത്തുന്നത്. അതിന്റെ അകത്തു നിന്നൊക്കെയുള്ള വരുമാനം എന്ന് പറയുന്നത് വളരെ പരിമിതമായ വരുമാനമാണ്. അപ്പോ ഈ പരിമിതമായ ജീവിത സാഹചര്യത്തിൽ നിൽക്കുന്നവര് അവരുടെ 15 ലക്ഷം രൂപയുടെ നിക്ഷേപം, ആ നിക്ഷേപം സ്വന്തം ഭാര്യയുടെ ചികിത്സയ്ക്ക് പോകാനായി 2 ലക്ഷം രൂപ ചോദിക്കുമ്പോൾ ഈ സ്റ്റാഫുകളുടെയൊക്കെ ഒരു അഹങ്കാരവും ധിക്കാരവും. ഇവിടെ VD സതീശൻ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാനൊന്ന് കൂട്ടിച്ചേർക്കുകയാണ്. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഈ സഹകരണ ബാങ്കിനെയൊക്കെ ഇവര് പത്തനംതിട്ട മോഡൽ, തുമ്പമണ്ണിൽ നമ്മൾ കണ്ടതാണല്ലോ, ചേവായൂരിൽ നമ്മൾ കണ്ടതാണല്ലോ, ഇതൊക്കെ പിടിച്ചെടുക്കും. പിന്നെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പരിണിത ഫലമാണ്. ഇപ്പൊ ഇവർ പറയുന്നത് 20 കോടി രൂപ ബാങ്കിന് കടമുണ്ടെന്നാണ്. ബാങ്കിന് എങ്ങനെയാണ് കടം വരുന്നത്? ബാങ്ക് ആർക്കെങ്കിലും ലോൺ കൊടുക്കണമെങ്കിൽ അതിന് പര്യാപ്തമായ രീതിയിൽ സെക്യൂരിറ്റി, അത് ഒന്നേ ഭൂമിയായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീട്, ഇതൊക്കെ വെച്ചല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഇവരിത് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് കണ്ണൂർ മോഡലിൽ പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിന്റെ അകത്ത് നടത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ദുരുപയോഗമാണ്. ആ ദുരുപയോഗത്തിന്റെ രക്തസാക്ഷിയാണ് ഈ മുളങ്ങാശ്ശേരി സാബു എന്ന് പറയുന്ന പ്രവാസി, 56 വയസ്സുള്ള ഒരു മനുഷ്യൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാവിലെ നമ്മുടെയൊക്കെ കണ്ണീരണിയിക്കുന്നല്ലേ, സ്വന്തം പിതാവ് തൂങ്ങി നിൽക്കുമ്പോൾ ഒരു കൗമാരക്കാരൻ പോയി തന്റെ അച്ഛനെ രക്ഷിക്കാൻ കഴിയുമോ എന്ന് നോക്കി 15 മിനിറ്റ് നേരം ആ മൃതദേഹം താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ, അതുണ്ടാക്കിയ ആളുകൾ, ഇത് അബിറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ് ആണ്. ഇത് പുതിയ BNS പ്രകാരം 108, അതല്ലെങ്കിൽ പഴയ IPC നിയമപ്രകാരം 306. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് എടുത്തിരിക്കുന്നത് അസ്വാഭാവിക മരണത്തിന്റെ കേസാണ്. ഇവിടെ എന്തിനാ അസ്വാഭാവികമായ മരണത്തിന്റെ കേസ് എടുക്കുന്നത്? ഇവിടെ ആത്മഹത്യാ കുറിപ്പ്, തന്റെ ആത്മഹത്യക്ക് കാരണക്കാരായ ആളുകൾ, ഇത് ഇന്ന ആൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ഇത് വളരെ വ്യക്തമായിട്ട് ഇതിന്റെ തെളിവ് നിൽക്കുകയല്ലേ. പിന്നെ എന്തിനാ പോലീസ് ഇപ്പൊ കിടന്ന് ഈ ഉരുണ്ട് കളിക്കുന്നത്? ഞങ്ങൾ അന്വേഷിക്കട്ടെ, വരട്ടെ, പോകട്ടെ എന്ന്. ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ നിയമ സംവിധാനം ഇടുക്കി അജിംസ ഒരു പ്രത്യേക ലോകമാക്കി CPM മാറ്റിയിരിക്കുകയാണ്. പട്ടിക തയ്യാറാക്കി ആളുകളെ കൊല്ലുന്നവർ, ആളുകളെ അടിച്ച് ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്തുന്നവർ, സഹകാരികളായിട്ട് ഡിപ്പോസിറ്റുമായിട്ട് ചെല്ലുന്നവനെ ഭീഷണിപ്പെടുത്തി പണി കൊടുക്കുന്ന ആളുകൾ, ഇതിന്റെയൊക്കെ പരിണിത ഫലം, ഇതിന്റെ എല്ലാം ഒരു രക്തസാക്ഷിയായി ഇപ്പോ സാബു മാറിയിരിക്കുകയാണ്. എനിക്ക് കോൺഗ്രസിന്റെ KPCC വക്താവ് എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുന്നത്, ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം. ഈ ബാങ്കിൽ ഉണ്ടായിരുന്ന നിക്ഷേപങ്ങൾ ഇതെങ്ങോട്ട് പോയി, ആരുടെയൊക്കെ കൈകളിലാണ് എത്തിയിരിക്കുന്നത്? ഈ ബാങ്ക് എങ്ങനെ 20 കോടി രൂപയുടെ കടത്തിലേക്ക് പോയി? 4 കൊല്ലമായുള്ള CPM ഈ ബാങ്ക് പിടിച്ചെടുത്തിട്ട്. അപ്പോ ഇതെല്ലാം സമഗ്രമായി അന്വേഷിക്കണം. അതോടൊപ്പം തന്നെ സാബു മുളങ്ങാശ്ശേരിയുടെ മരണത്തിന് കാരണക്കാർ, അത് ഇപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു സംശയം കൂടി പറഞ്ഞു, അത് ഇപ്പൊ പറഞ്ഞോന്ന് എനിക്കറിയില്ല, ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് പോലും. കാരണം ഈ ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന ആളുകളൊന്നും ചില്ലറക്കാരല്ലാത്തത് കൊണ്ട് ആ സാഹചര്യം പോലും നിലനിൽക്കുകയാണ്. അപ്പോ എന്തുകൊണ്ട് 20 കോടിയുടെ കടബാധ്യത ഉണ്ടായി? സാബുവിനെ പോലുള്ള ആളുകളുടെ ജീവിത സമ്പാദ്യം ഒരു ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് സ്വന്തം ഭാര്യയുടെ ചികിത്സയ്ക്കായി ഒരു 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടി, ഇത് ലോൺ എടുക്കാൻ ചെന്നതല്ലോ,
ഇവരുടെ ഡിപ്പോസിറ്റ് ചോദിച്ചല്ലേ ഇവർ ചെന്നത്. എന്നിട്ട് ഇവരോട് ഈ രീതിയിൽ പെരുമാറി ഇവരെ മരണത്തിലേക്ക് തള്ളിവിട്ട ആളുകൾ, അത് ഈ ബാങ്കിൽ ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി ബിനോയ് എന്ന് പറയുന്ന ആളുണ്ട്, 2 സ്റ്റാഫ് ഉണ്ട്, അതോടൊപ്പം തന്നെ മുൻ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ഉണ്ട്. ഇവരൊക്കെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടണം, ഇവർ ശിക്ഷിക്കപ്പെടണം. അതോടൊപ്പം ഈ സഹകരണ മേഖലയിൽ ഇപ്പൊ CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അപഹരണം, ഞാൻ ഒരു സെന്റൻസ് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. VN വാസവനും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആണയിട്ട് അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച ഒരാളും ഭയപ്പെടേണ്ടതില്ല. ഇതാണോ ഇപ്പം അവരുടെ കഴിഞ്ഞ ആഴ്ചയും കൂടെ അല്ലേ അതിന്റെ സഹകരണ നിക്ഷേപത്തിന്റെ വാരാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പ്രസംഗിച്ചത്? ആ നാട്ടിലാണ് ഒരു നിർദോഷിയായ ഒരു മനുഷ്യൻ താനിട്ട 15 ലക്ഷം രൂപ സ്വന്തം നിക്ഷേപത്തിന്റെ പേരിൽ മരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. ശരി, സേനാപതി വേണു. ശ്രീ റെജി ലൂക്കോസ്, കരുവന്നൂരിൽ നിന്ന് പാർട്ടി പഠിക്കുന്നില്ല, നവീൻ ബാബുവിന്റെ മരണത്തിലെങ്കിലും പാർട്ടി പഠിക്കേണ്ടതാണ്. ഏതാണ്ട് സമാനമായ ഈ 2 സംഭവങ്ങളും കൂട്ടി വായിച്ചാൽ സമാനമായ സംഭവത്തിൻ്റെ റെപ്ലിക്കയാണ് നമ്മളിപ്പോൾ കട്ടപ്പനയിൽ കാണുന്നത്. ഇവിടെ ആരാണ് കുറ്റക്കാർ? അജിംസെ, സാബുവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ഈ ചർച്ചയിൽ ഞാൻ തുടക്കം കുറിക്കുന്നത്. നൊമ്പരത്തോട് വേണ്ടി മാത്രമേ ഉള്ളൂ മനസ്സാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും ഈ വാർത്ത ശ്രമിക്കാൻ പറ്റത്തുള്ളൂ. തൻ്റെ ജീവിത സമ്പാദ്യം മുഴുവനും ഒരു സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച് അതിൻ്റെ ആ പണം ആവശ്യപ്പെട്ട് പലതവണ കയറി ഇറങ്ങുകയും സ്വന്തം ഭാര്യയ്ക്ക് ചികിത്സാർത്ഥം കുറച്ച് ക്യാഷ് തരണമെന്ന് യാചിക്കുകയും ചെയ്തപ്പോൾ നിരന്തരമായിട്ട് ആ മനുഷ്യനെ അപമാനിക്കപ്പെടുക, അധിക്ഷേപിക്കപ്പെടുകയും അവിടുത്തെ ബാങ്ക് ഉദ്യോഗസ്ഥരിൽ ഒരാളെ അദ്ദേഹത്തിനെ തള്ളിപ്പറഞ്ഞ് പോടാ പുല്ലെന്ന് വിളിച്ചതും, അതുകൂടാണ്ട് തന്നെ മുൻ ഏരിയ സെക്രട്ടറിയും മുൻ ബാങ്ക് പ്രസിഡന്റുമായ മിസ്റ്റർ സജി അദ്ദേഹത്തിനെ ഫോണിൽ വിളിച്ച് പറഞ്ഞ വാക്കുകളൊന്നും കേരളം ഒരിക്കലും ഓർക്കത്തില്ല. അതൊന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വാക്കുകളില്ലാതെ ഞാൻ ആദ്യമേ തന്നെ അടിവരയിട്ട് പറയട്ടെ. അതുകൊണ്ട് ഞാൻ ഈ ചർച്ചയിലൂടെ തന്നെ ഉന്നയിക്കുന്നത്, ഇത്തരക്കാരെ ലക്ഷക്കണക്കിന് ആൾക്കാർ സ്നേഹിക്കുകയും ജനങ്ങളോടൊപ്പം അവരുടെ ജീവിത പ്രശ്നത്തിന് വേണ്ടി പോരാടുകയും ചെയ്യുന്ന പാർട്ടിയുടെ ഇത്തരക്കാരെ നിഷ്ഠൂരമായി യാതൊരു ദയവില്ലാതെ അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് ചർച്ചയിൽ പറയാനുള്ളത്. ബഹുമാനപ്പെട്ട CPM ജില്ലാ സെക്രട്ടറി സഖാവ് വർഗീസ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു, അയാളോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിശദീകരണം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് നടപടിക്രമം ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. കട്ടപ്പന പോലീസ്, ഞാനത് അന്വേഷിച്ചായിരുന്നു, നേരിട്ട് തന്നെ അന്വേഷിച്ച കട്ടപ്പന പോലീസിലെ CIയും തങ്കമണി CI ആണെന്ന് തോന്നുന്നു, 2 CIമാർ ഉൾപ്പെടെ 9 അംഗ ഒരു സംഘത്തിനെ അന്വേഷണ ഏജൻസി അന്വേഷിക്കാനായിട്ടുള്ള ചുമതല ഏർപ്പെടുത്തിയിരിക്കുന്നു. അവർ ബഹുമാനപ്പെട്ട മേരിക്കുട്ടിയോട് ഇന്ന് അവരുടെ മൊഴി രേഖപ്പെടുത്തി ശക്തമായ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകും. ആ കുടുംബത്തോടൊപ്പമാണെന്നുള്ള യാതൊരു തർക്കവുമില്ല. എന്നാൽ ഇവിടെ ബഹുമാനപ്പെട്ട സേനാപതി വേണു ആരോപിച്ച 1-2 കാര്യങ്ങൾക്ക് മറുപടി വരാൻ അനുവദിക്കണം. അതായത് കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ തോന്നും കേരളത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും നീചന്മാരാണെന്ന് തോന്നും. അങ്ങനെയൊന്നും പറയരുത്. കേരളത്തിൽ ഒറ്റ ഉദാഹരണം പറയാം. നിങ്ങളുടെ കട്ടപ്പനയിലെ ഈ പറയുന്ന സർവീസ് ബാങ്ക്, ഈ സഹകരണ ബാങ്ക് ഭരണം ഇപ്പോൾ 2ാം തവണയാണ് തുടർച്ചയായിട്ട് ഭരണത്തിലേറുന്നത് CPM. അതിനു മുമ്പ് കോൺഗ്രസ്സാണ് ഭരിച്ചിരുന്നത്. ആ പാർട്ടി ഭരിക്കുന്ന കാലത്താണ് അവർ ബാങ്കിൽ പണം ഇട്ടതും ഈ തുടർന്നുള്ള കാര്യങ്ങളും. അത് അന്ന് ആ പണം അവിടെ ഇടുമ്പോൾ അവരൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ ബാങ്ക് ചതിക്കുകയില്ലെന്നുള്ളത്. എന്നാൽ 20 കോടി രൂപയുടെ ബാധ്യതയാണ് ആ ബാങ്കിനുള്ളത്. ഈ കോൺഗ്രസിൻ്റെ ഭരണകക്ഷി അല്ലെങ്കിൽ ഭരണസമിതി ബാധ്യതയാക്കിയിട്ടാണ് ഈ ഭരണം CPM കാരണമുണ്ടത് പറയാനായിട്ട്. ഒരു നിമിഷം റെജി ലൂക്കോസ്, 20 കോടി ബാധ്യതയായത് 4 വർഷമായി അവർ ഭരണത്തിലില്ല. അവരുടെ കാലത്താണോ 20 കോടി ബാധ്യതയായത്? അല്ല, അവരുടെ കാലത്ത് ആ ബാധ്യതയായിരുന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ അവിടെ പോയി ചെക്ക് ചെയ്യാനൊന്നും പോയിട്ടില്ല. ഞാൻ കേട്ട വാർത്തകൾ ശരിയാണെന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ വസ്തുത. അതിപ്പോൾ സേനാപതി വേണമെന്ന് വിശ്വസിക്കുന്നില്ല. അതൊന്നും അല്ല, ഈ മരണത്തിന് ഇതുമായിട്ട് ഞാൻ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നതല്ല. ഞാൻ പറയാൻ വരുന്ന കാര്യം വേറെ 1-2 കാര്യങ്ങളാണ്. ഒരു സംശയത്തിനിടയില്ലാണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഈ സജി എന്ന് പറഞ്ഞ വ്യക്തിയെ എന്താ ബിനോയ് ആണെങ്കിൽ ബിനോയ് ആ ബാങ്കിന് മാനേജർ ഉൾപ്പെടെയുള്ളവരെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കണം. ആ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെ അടിയന്തരമായിട്ട് അന്വേഷിച്ച് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അന്വേഷണ സംഘത്തിന് ക്രിസ്റ്റൽ ക്ലിയറായ തെളിവുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ മരണമൊഴിയല്ല, അദ്ദേഹത്തിന് ആത്മഹത്യാക്കുറിപ്പിൽ ഇവരുടെ എല്ലാം പേരെഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം അനുഭവിച്ച പീഡാനുഭവങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും അദ്ദേഹത്തിന് കിട്ടിയ ഭീഷണിയും ഒക്കെ കൊണ്ടായിരിക്കും ആ പാവപ്പെട്ട മനുഷ്യൻ 93-90 വയസ്സുള്ള മാതാപിതാക്കളെയും തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും അകാലത്തിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം മരണമടയണമെന്നുണ്ടെങ്കിൽ ആ വേദന ചെറുതായിട്ട് കാണാൻ പറ്റത്തില്ല. അത് ഒരാൾക്ക് പോലും പൊറുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇവിടെ സേനാപതി വേണു CPM ഭരണസമിതി എല്ലാം കള്ളന്മാരാണ്, കാട്ടുകള്ളന്മാരാണ്, അവരാണ് ഇതെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞത് അദ്ദേഹം സുഹൃത്തുകൂടിയാണ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല. ശ്രീ റെജി ലൂക്കോസ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ മരണം എടുക്കുക, അതിലും ഈ പാർട്ടിക്ക് 2 ജില്ലാ കമ്മിറ്റികൾക്കും 2 അഭിപ്രായമായിരുന്നു. പക്ഷേ സംസ്ഥാന നേതൃത്വം പറഞ്ഞത് മരിച്ച നവീൻ ബാബുവിൻ്റെ ഒപ്പമാണെന്നൊക്കെ പറഞ്ഞു.
ഇപ്പോൾ ഇവിടുത്തെ നിലവിലെ ഏരിയ സെക്രട്ടറി പറയുന്നത് ഞങ്ങൾ ഈ സാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം, ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കേസിൽ പി ദിവ്യ ജയിലിൽ പോയി. അവർ തിരിച്ചിറങ്ങി വരുമ്പോൾ സ്വീകരിക്കാൻ ചെല്ലുന്നത് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണ്. ഇത്തരം പിന്തുണയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ ഈ കാര്യത്തിൽ ആരെയും പിന്തുണയ്ക്കുന്നില്ല. അജിംസ് ആ കാര്യത്തിൽ സംശയിക്കാൻ വേണ്ട. ഞാൻ അതിനു മുമ്പ് ഒറ്റ വാചകത്തിന് ഒരു മറുപടി പറഞ്ഞിട്ട് അതിലേക്ക് വരാം. ആ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. പുൽപ്പള്ളിയിലെ ഒരു പാവപ്പെട്ട കർഷകൻ തൻ്റെ 60 സെൻറ്റ് സ്ഥലം അവിടുത്തെ പുൽപ്പള്ളി സഹകരണ ബാങ്കിൽ പണയം വെച്ചതിൽ നിന്ന് ആ ആധാരത്തിൽ നിന്ന് കോടികൾ വെട്ടി ജയിലിൽ പോയ ഒരാളുണ്ട്. അതിന് പ്രസിഡന്റ്, ആ ബാങ്കിൻ്റെ പ്രസിഡന്റ്, അയാൾ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. എന്നിട്ട് പോലും ഒരു നടപടി അയക്കെതിരെ എടുത്തിട്ട് ആ പാർട്ടി തയ്യാറായിട്ടില്ല. അപ്പോൾ കോൺഗ്രസ്സുകാർ ഒരു കാര്യം മനസ്സിലാക്കണം, 221 സഹകരണ ബാങ്കിൽ കേരളത്തിൽ അഴിമതിയോ അല്ലെങ്കിൽ കെടുകാര്യസ്ഥതയുടെ പേരിലുള്ള ബാധ്യതകളുണ്ട്. അതിൽ 161 അല്ല 162 ബാങ്കുകൾ ഈ കോൺഗ്രസ് ഭരിക്കുന്ന 10 BJP CPM ഭരിക്കുന്ന ബാങ്കിലുണ്ട്, കരവന്നൂർ ഉൾപ്പെടെ. ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷേ ഈ ചോദ്യത്തിന് മറുപടി ഇല്ല. പി ദിവ്യയെക്കുറിച്ച് ചോദിച്ച് വളരെ കറക്റ്റാണ്. അല്ലാതെ നന്നായി, എനിക്കത് മറുപടി വേണം. ഞാൻ അല്ലേ തന്നെ അത് പറയാതിരിക്കുമായിരുന്നു. കാരണം എന്താ അറിയോ, പി ദിവ്യയും ഈ മരണവും തമ്മിൽ എന്ത് പൊരുത്തമുള്ളത്. പി ദിവ്യ പൊതുസമൂഹത്തിന് ശ്രദ്ധിക്കേണ്ട രീതിയിലുള്ള ഒരു കാര്യം അവർ നവീൻ ബാബുവിൻ്റെ പ്രസൻസിൽ പറഞ്ഞു. അതിനിപ്പം അസ്ഥാനത്താണ് സ്ഥാനത്താണെന്നുള്ളവരൊക്കെ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യാം. പറഞ്ഞു അവർ നിനക്ക് പണി തരും, നിനക്കിട്ട് അടി കിട്ടാനായിട്ടാണെന്നുള്ള വാക്കുകളൊന്നും അവർ ഉപയോഗിച്ചിട്ട് എന്നിട്ട് പോലും ഈ പാർട്ടി അല്ല, ഞാൻ പൂർത്തിരിക്കട്ടെ. സിവിൽ ഡെത്ത്, അതായത് വിദ്യാസമ്പന്നയായ പി ദിവ്യ സിവിൽ ഡെത്ത് എന്ന വാക്ക് ഉപയോഗിച്ചു. ഇവിടെ ഏരിയ സെക്രട്ടറി നിനക്ക് പണി തരും എന്ന് പറഞ്ഞു. രണ്ടും ഏതാണ്ട് സമാന സ്വഭാവമുള്ള ഭീഷണിയാണ്. അത് സിവിൽ ഡെത്തിന്റെ വാർത്ത എന്നെക്കാളും കൂടുതൽ അജിംസ് പറയും ചർച്ച പങ്കെടുക്കുന്ന പറയും. അത് എങ്ങനെയാണെന്നുള്ളൊരു പ്രത്യേകം ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു പൂർത്തിക്കട്ടെ. എന്നിട്ട് CPM ജനരോഷം മാത്രമല്ല ധാർമ്മികതയുടെ പേരിൽ ആ പി ദിവ്യയെ കൊണ്ട് സ്ഥാനത്യാഗം ചെയ്യിപ്പിച്ചു. അവർ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. അവരുടെ പേരിൽ പ്രോസിക്യൂഷൻ അവരുടെ പേരിൽ ശക്തമായി ബാധിച്ചു. ഈ പാർട്ടിയുടെ ശക്തമായ ഇടപെടലുണ്ടെന്ന് അവരെ ജയിലിലിട്ടു, അവരെ റിലീസ് ചെയ്തു. പി ദിവ്യ ചെയ്ത ഒരു കൊടും കുറ്റകൃത്യമാണെന്ന് ഇന്നും വിശ്വസിക്കാത്ത നല്ലൊരു ശതമാനം ആൾക്കാരുണ്ട്. കാരണം അത് കേട്ടാൽ എല്ലാവർക്കും അറിയാം. സമൂഹത്തിന് മുമ്പിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ എതിരെ ഒന്നും പ്രതികരിക്കാൻ പാടില്ല എന്നൊരു പൊതുബോധം സൃഷ്ടിക്കാനായിട്ട് നിങ്ങൾ മാധ്യമങ്ങൾ ശ്രമിച്ചു. അതിൻ്റെ കൂടെ വേട്ടയാടില്ല. ഇപ്പം തന്നെ അവർക്ക് ജാമ്യത്തിന് അളവ് നൽകിക്കൊണ്ട് കോടതി പറഞ്ഞ എന്താ? അപ്പോൾ അതുകൊണ്ട് അതിനെ ന്യായീകരിക്കണം. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? പാർട്ടി മരിച്ച സാബുവിന്റെ കുടുംബത്തോടൊപ്പമായിരുന്നു പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ ആ പശ്ചാത്തലത്തിലായിരുന്നു ചോദിച്ചത്. ഞാൻ മടങ്ങി വരാം. ശ്രീ റെജി ലൂക്കോസ്, ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഈ വിഷയത്തിൽ ശരി ആനന്ദ് കൊച്ചുകൂടി ഈ വിഷയത്തിൽ പലതരത്തിലുള്ള തർക്കങ്ങളുണ്ട്. ഒന്ന്, കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളിൽ ക്രമക്കേടില്ലേ, അവിടെ നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊരിക്കട്ടെ. ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു കാര്യം ചൂണ്ടിക്കാട്ടി. പത്തനംതിട്ട ജില്ലയിൽ മാത്രം 21 ബാങ്കുകൾ CPM ഗുണ്ടകളെയും പോലീസിനെയും ഉപയോഗിച്ച് ഞങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തു. ഈ പിടിച്ചെടുത്ത എല്ലാ ബാങ്കുകളും പ്രതിസന്ധിയിലാണ്. ഇത് സഹകരണ മേഖലയുടെ തകർച്ചയിലേക്ക് നയിക്കും എന്ന് മുഖ്യമന്ത്രിയെയും സഹകരണ മന്ത്രിയെയും ഞാൻ വിനീതമായി ഓർമ്മിപ്പിക്കുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതായത് നിങ്ങളിങ്ങനെ ചെയ്യരുത്. ആ ഭംഗിയായി നടക്കുന്ന ബാങ്കുകൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പിടിച്ചെടുക്കാൻ ശ്രമിക്കരുത്. അത് സഹകരണ മേഖലയുടെ തകർച്ചയിലേക്ക് നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദികളെന്ന് പറയുന്നു. ഇത് ഇപ്പോൾ ഇടുക്കിയിലും പത്തനംതിട്ടയിലും കാണുന്ന പുതിയ ട്രെൻഡാണോ? എങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്? അല്ല, ഇത് ഈ ബംഗാളിൽ CPM എങ്ങനെയാണോ തകർന്നത് അതിൻ്റെ വേറൊരു ദൃഷ്ടാന്തമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കോളേജുകൾ ഈ SFI കോട്ടകളാക്കി മാറ്റി. അവിടെ കേരളത്തിലെ കോളേജ് വിദ്യാഭ്യാസം തന്നെ താറുമാറാക്കി. അവരുടെ CPMൻ്റെ അധ്യാപക സംഘടനയും ഈ SFIയിലെ കുട്ടിക്കുരങ്ങന്മാരെയും എല്ലാം ഉപയോഗിച്ച് ഈ കേരളത്തിലെ കലാലയങ്ങൾ തന്നെ ഇപ്പോൾ ഇവിടെ പഠിക്കാൻ താല്പര്യമില്ലാതെ കുറച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അല്ലെങ്കിൽ അവരുടെ കരിയറിന് വേണ്ടിയൊക്കെ വിദേശത്തേക്കാണ് കുട്ടികളൊക്കെ പോകുന്നത്. അതിനുശേഷം ഇവിടെ മറ്റ് മണ്ഡലങ്ങളിൽ മറ്റ് മേഖലകളിൽ എങ്ങനെയാണ് CPMൻ്റെ ഈ അവരുടെ കരാളഗ്രസ്തങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ ഈ സഹകരണ മേഖലയുടെ കാര്യം പറഞ്ഞു. ഇവിടെ CPMൻ്റെ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കാണും. ഈ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു വഴി കൂടിയാണ് ഈ സഹകരണ ബാങ്കുകൾ. ഇപ്പോൾ ചൊവ്വായൂർ കോഴിക്കോട് കണ്ടതാണ്, അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ പല ബാങ്കുകളുടെ കാര്യത്തിലും ഈ ഗുണ്ടായിസാണ്, ശുദ്ധ ഗുണ്ടായിസം. ഈ ഗുണ്ടകളെ നിർത്തി ബാങ്കിൻ്റെ എങ്ങനെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്, അവിടെ ആൾക്കാരെ കയറ്റുന്നില്ല, എന്നിട്ട് ബാങ്ക് പിടിച്ചെടുക്കുകയാണ്. ഇത് പണ്ട് കാസർഗോഡ് മുതൽ, അതായത് ഈ കാസർഗോഡ് 3 മണ്ഡലങ്ങളും കണ്ണൂർ മണ്ഡലങ്ങളിലൊക്കെ എങ്ങനെയാണ് പേപ്പർ ബാലറ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷം ഈ വോട്ടിംഗ് മെഷീൻ വന്നതിന് ശേഷം പരേതന്മാരൊക്കെ വന്ന് വോട്ട് ചെയ്യുമായിരുന്നല്ലോ ഈ CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ. അതെങ്ങനെയായിരുന്നു നടന്നത്? അത് തന്നെയാണ് ഇപ്പോഴും CPM ഈ ബാങ്ക് തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെറും ഗുണ്ടായിസം, കയ്യൂക്കും. ഇവിടെ പോലീസുകാരെ എല്ലാം ഷണ്ടീകരിച്ച് അവരെല്ലാം ഈ
എന്താണ് CPM-ന് വേണ്ടി മാത്രം പണിയെടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ രഹസ്യമായിട്ട് പിന്നെ അവർ ചിലപ്പോൾ RSSന്റെ അജണ്ടയൊക്കെ നടപ്പാക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അവരെ പ്രത്യക്ഷത്തിൽ അവരെല്ലാം CPM-ന്റെ അടിമപ്പണി ചെയ്യുന്ന, സർക്കാർ ഉദ്യോഗസ്ഥരെ അടിമകളാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. ഇതെല്ലാം ബംഗാളിൻ്റെ ഒരു സാഹചര്യത്തിലേക്കാണ് CPM-നെ കൊണ്ട് എത്തിക്കുന്നത്. കാരണം ഈ രണ്ടാം ഭരണം കിട്ടുമ്പോൾ ആ ഭരണത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാറുന്നു. പാർലമെന്ററി വ്യാമോഹം എന്നൊക്കെ CPM പണ്ട് പറയായിരുന്നല്ലോ. ഇപ്പോൾ പാർലമെന്ററി ഒരു വഴി മാത്രമാണ് CPM-ന്റെ മുന്നിലുള്ളൂ. കാരണം ഒരു തവണ ഭരണം നഷ്ടപ്പെട്ടാൽ ഈ പാർട്ടി എന്നേക്കുമോ ഇവിടെ ഇല്ലാതാകുമോ എന്നുള്ള ഒരു ചോദ്യം പാർട്ടി ഇപ്പോൾ അലട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഈ കേസിൽ തന്നെ ഈ സജി എന്ന് പറയുന്ന ആൾ, ഞാൻ അന്വേഷിച്ചു, ഇപ്പോൾ കട്ടപ്പനയിൽ ഈ സജി എന്ന് പറയുന്ന മുൻ ഏരിയ സെക്രട്ടറി, 3 തവണ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളാണ്. CPM-ന്റെ കട്ടപ്പനയിലെ അവസാനത്തെ വാക്കാണ് ഈ സജി. അയാളുടെ ഒരു പശ്ചാത്തലം നോക്കി അയാൾ ഒരു എന്താ പറയുന്നത്, ഈ MM മണിയുടെ ലംബോദരൻ്റെ കാര്യമൊക്കെ ഇരിക്കട്ടെ, പക്ഷേ അതുപോലുമല്ല, അത്രയും മോശം അവസ്ഥയിൽ നിന്ന്, താഴെ തട്ടിൽ നിന്ന് വന്ന, അല്ലെങ്കിൽ അത്രയും ഗതിയില്ലാത്തൊരു വീട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ വലിയ ഒരു പണക്കാരനായി മാറി. എങ്ങനെയാണ് ഇങ്ങനെ CPM-ന്റെ നേതാക്കൾക്ക് ഇവിടെ ഇങ്ങനെ ആകാൻ കഴിയുന്നത്? എന്നിട്ട് അയാൾ എന്താണ് ചെയ്തത്? ഇയാൾ വിളിക്കുമ്പോൾ പൈസ കൊടുക്കാൻ പറ്റില്ല എന്നൊരു നല്ല വാക്ക് പറയാൻ പറ്റണം. ഒരു നല്ല വാക്ക് പറഞ്ഞെങ്കിൽ അയാളുടെ ജീവൻ ഇപ്പോൾ ഉണ്ടായിരുന്നേനെ. ഒരാളുടെ ജീവൻ ഒരു വിലയില്ലാത്ത അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഈ നമുക്ക് പണ്ട് കേരളത്തിൽ നമ്മൾ വിചാരിച്ചിരുന്നത് മനുഷ്യജീവന് വിലയുണ്ടെന്നാണ്, കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലെങ്കിൽ പോലും. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ ഗുണ്ടായുസത്തിൻ്റെ ഒക്കെ ഒരു പരിധി കഴിഞ്ഞിട്ട് ഈ 50 ലക്ഷം ഇട്ട പൈസ എത്ര കൊടുക്കാനുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ 15 ലക്ഷം എത്രയായിക്കോട്ടെ, ആ പൈസ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അയാളോടൊരു മാന്യമായിട്ടൊരു നല്ല വാക്ക് പറയാൻ പാടില്ലേ? അതുപോലും പറ്റില്ലാത്ത അവസ്ഥയിലാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. അങ്ങനെ ആൾക്കാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന കാര്യം. പിന്നെ കോൺഗ്രസ്സുകാരുടെ കാര്യം പറയുകയാണെങ്കിൽ, ഈ കോൺഗ്രസിനും ഈ ബാങ്ക് എങ്ങനെയാണ് CPM-ന്റെ കയ്യിലെത്തിയത്? അവിടെ മുമ്പ് EM അഗസ്തി ആയിരുന്നല്ലോ അതിൻ്റെ പ്രസിഡന്റും. അത് ഈ ബാങ്കിൻ്റെ പ്രസിഡന്റ് EM അഗസ്തി 2 ടൈം ഇരുന്നതാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ EM അഗസ്തിയുടെ മകളെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകളെ ഈ ജോയ്സ് ജോർജ് കല്യാണം കഴിച്ചതിന് ശേഷം, ജോയ്സ് ജോർജ് 2014 അവിടെ ജയിച്ചതിന് ശേഷം EM അഗസ്തിയെ കോൺഗ്രസ്സുകാരെല്ലാം വേറൊരു രീതിയിൽ അദ്ദേഹത്തെ എതിർക്കുകയും, പിന്നെ ഈ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള അഗസ്തി ജോയ്സിനെ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളുമൊക്കെ ഈ പാർട്ടിയുടെ കയ്യിൽ നിന്ന് CPM-ലേക്ക് ഈ ബാങ്ക് പോയതിൻ്റെ കാരണമാണോ എന്നോ എനിക്കറിയില്ല. പക്ഷെ അതൊക്കെ കാരണമായിരിക്കാം. പക്ഷെ എന്തൊക്കെയായാലും ഇവിടെ CPM നടത്തുന്നത്, ഇത് പത്തനംതിട്ടയിലെ കാര്യമായാലും കോഴിക്കോട്ടെ കാര്യമായാലും എവിടെയാണെങ്കിലും ഇതുപോലെ ബാങ്കുകൾ പിടിച്ചെടുക്കുന്നു. എന്നിട്ട് ഈ ബാങ്കുകളെ ഉപയോഗിച്ചുകൊണ്ട് ഭരണത്തിൽ പാർട്ടിയെ നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെന്തു മാർഗവും സ്വീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇപ്പോഴും ബാലഗോപാൽ നിർമ്മലാ സീതാരാമനെ കണ്ടു കഴിഞ്ഞിട്ട് 24,000 കോടി വേണമെന്ന് പറയുന്നു. അതിനുള്ളിൽ പറയുന്ന പല ആവശ്യങ്ങളിലൊന്ന് സിൽവർ ലൈനാണ്. ഇപ്പോഴും ഇവിടെ സിൽവർ ലൈൻ നടപ്പാക്കും എന്നാണ്. ഇവിടെ 1,600 രൂപ പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത സർക്കാർ ഈ ക്രിസ്മസിന് മുമ്പ് 2 ഗഡു 1,600 രൂപ വെച്ച് 3,200 രൂപ കൊടുക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ആ 3,200 രൂപയ്ക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്രയും പാവപ്പെട്ട ആൾക്കാരുണ്ട്. പക്ഷേ അത് CPM-ൽ ഇപ്പോൾ തിന്ന് കൊഴുത്തിരിക്കുന്ന നേതാക്കൾക്ക് ഇതൊന്നും ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അവർക്ക് ആ ആൾക്കാരോടൊക്കെ വെറും പരമപുച്ഛം. അവർക്ക് എങ്ങനെയെങ്കിലും ഭരണത്തിൽ തുടർന്നാൽ മതി, പിണറായി സ്തുതി നടത്തിയാൽ മതി. ഈ ജീവൻ്റെ വില CPM കൊടുക്കണം, അല്ലെങ്കിൽ ഈ സജി കൊടുക്കണം. അതിന് ഈ ദിവ്യയെ പോലെ വെറുതെ ജയിലിൽ പോയി കിടന്നാൽ പോരാ. അയാളെയൊക്കെ ഞാനാരും നിയമം കയ്യിലെടുക്കണമെന്നൊന്നും പറയില്ല. പക്ഷേ അയാൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ഇങ്ങനെയുള്ള ആൾക്കാരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ആൾക്കാരെയൊക്കെ ഇവിടെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അവർ അതിന് വില കൊടുക്കണം എന്നും കൂടി ഞാൻ പറയുന്നു. അതിന് കോൺഗ്രസ്സുകാരോ BJP-ക്കാരോ പ്രതിപക്ഷ നേതാക്കളോ ആർക്കാണോ പറ്റുന്നത്, ഇവിടെ നിയമ സംവിധാനം ഇപ്പോൾ അയാളെ CPM ഇതുപോലെ ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് കളിക്കുകയും, ഇപ്പോൾ പുതിയ അവിടുത്തെ മറ്റേ മാത്യു എന്ന് പറയുന്ന ആൾ, അയാൾ കുറച്ചുകൂടെ മാന്യനാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതുപോലെയുള്ള ആൾക്കാർ എന്തായാലും ഈ ഗുണ്ടായിസം കളിക്കുന്ന ആൾക്കാർക്കെതിരെ ഗുണ്ടായിസം നടത്തുന്നതിനൊരു കുഴപ്പവുമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, അതായത് തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടും ഇപ്പോഴും ഈ പറയുന്ന ആളുകൾ, ഭീഷണിപ്പെടുത്തിയ ആളുകൾ അവിടെ തന്നെയുണ്ട്. കേസെടുത്തത് അസ്വാഭാവിക മരണത്തിന് മാത്രമാണ്. അന്വേഷണം മുന്നോട്ട് പോകുന്ന പ്രതീക്ഷ. ഞാൻ മടങ്ങി ശ്രീ സേനാപതി വേണു, ഇവിടെ ആ ബാങ്കിനെ പ്രതിസന്ധിയിലാക്കുന്നത് നിങ്ങളുടെ ആ ഭരണം നിലനിർത്താനുള്ള കഴിവുകൾ കൂടിയാണ്. അത് മറക്കരുത്. അല്ല, അതിനകത്ത് അജീംസെ, ഇപ്പം ഞാൻ പത്തനംതിട്ട തുമ്പമൺ സർവീസ് സഹകരണം ഏറ്റവും അവസാനം പത്തനംതിട്ടയിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പം
അന്ന് ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്, അതുപോലെ തന്നെ അടൂര് മുമ്പ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ പ്രസിഡന്റ് MG കണ്ണൻ, എത്ര ഭീകരമായിട്ട് അവരെയൊക്കെ പോലീസും കൂടെ ചേർന്നാണ് അടിക്കുന്നത്. അവിടുത്തെ ശ്രീ ഉദയഭാനുവിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ ഒരു 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 മോഡസ് ഓഫ് ഓപ്പറൻഡി എന്താണെന്ന് ഒരു 100-300 ആളുകളെ ഈ വ്യാജ കാർഡും കൊടുത്ത്, അതായത് ബാങ്കിന്റെ ഇപ്പൊ തുമ്പവൺ ബാങ്കിന്റെ കാർഡ് അടിക്കുന്നു, ഇവര് അത് കഴിഞ്ഞ് ഈ ലൈനിലോട്ട് കയറി നിൽക്കുകയാണ്. ബാക്കിയുള്ള ആളുകളെ മുഴുവൻ അടിച്ച് ഓടിച്ച് ഇവര് പോയി പഴയ ബീഹാർ മോഡൽ, ഇതൊക്കെ കേരളത്തിലാണോ നടക്കുന്നത്, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ആളായതുകൊണ്ട് ആണ് പറയുന്നത്. എന്നിട്ട് ഇത് കുത്തി പിടിച്ച് വോട്ടിട്ട് ഈ ബാങ്ക് ജെനുവിൻ വോട്ടർമാരെ അടിച്ചു ഓടിക്കും. അത് കഴിഞ്ഞ് ഈ ആളുകൾ വന്ന് ഈ ബാങ്ക് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം ഞങ്ങളുടെ ഒരു പോരായ്മയും അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഞങ്ങളുടെ ദൗർബല്യം ഒക്കെ ഇതിന് കാരണമാണ് എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേരിക്കുട്ടി പറഞ്ഞൊരു വാക്കുണ്ട്, കോൺഗ്രസ് ഇത് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. മേരിക്കുട്ടിയൊക്കെ ആദ്യം 85 ലക്ഷം രൂപ നിക്ഷേപിച്ച ആളുകളാണ്. അപ്പോ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് അതിൽ വിശ്വാസമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോ മേരിക്കുട്ടിയുടെ ഭർത്താവ് സാബുവിനെ പോലുള്ള പലരും നിക്ഷേപങ്ങൾ പിൻവലിച്ചിട്ടും ഉണ്ടാകാം ഇതിൻ്റെ അകത്ത്. കാരണം ഭരണം മാറിയപ്പോൾ അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ട അതിന് കാരണം. അപ്പൊ ഏതായാലും ഞങ്ങളുടെ ഭരണകാലത്ത് ബാങ്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് ശരിയാണ്. ഞങ്ങളുടെ ഭരണകാലത്ത് ഇതിനകത്ത് നിക്ഷേപകർക്ക് ഒരു ആശങ്കയുടെയും പ്രശ്നമില്ലായിരുന്നു. നിക്ഷേപകർക്ക് കൃത്യമായി അവരുടെ നിക്ഷേപവും തിരിച്ചു കൊടുത്തിരുന്നു, ലോണുകളും കൊടുത്തിരുന്നു, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ശ്രീ റെജി ലൂക്കോസിനെ ഒരു കാര്യത്തിൽ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. കാരണം ഞങ്ങൾ ദീർഘകാലം അദ്ദേഹവുമായിട്ടുള്ള ചർച്ച ബഹിഷ്കരിച്ച ഒരു വിഭാഗമാണ് ഞങ്ങൾ, KPCCയുടെ മീഡിയ വിഭാഗം. അപ്പൊ ഞാൻ തന്നെയാണ് മീഡിയകളുടെ യോഗം ചേർന്നപ്പോൾ ദീപാദാസ് മുൻഷിയെ ഉള്ളൊരു യോഗത്തിൽ പറഞ്ഞു, നമ്മൾ ഒരാളുമായിട്ട് അങ്ങനെ ബഹിഷ്കരണം പാടില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അതൊക്കെ കോംപ്രമൈസ് ആയി. ഞങ്ങൾ വളരെ ഫ്രണ്ട്ഷിപ്പിലുള്ളവരാ. ആദ്യം നമ്മൾ വിചാരിച്ച് അതല്ല, ഇദ്ദേഹം വളരെ നിർമ്മലനായ ഒരു മനസ്സിന്റെ ഉടമയാണ്. ഒരു കാര്യം, അദ്ദേഹം ഏതായാലും ഒരു വ്യത്യസ്തനായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ CVR സജിയെ പോലുള്ള ആളുകളുടെ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ള ഒരു വാക്ക് അദ്ദേഹത്തിൽ നിന്ന് കേട്ടത് അതിൽ സന്തോഷമുണ്ട്. ഞാനതിൽ അദ്ദേഹത്തെ എന്താ പറഞ്ഞേ പ്രകീർത്തിക്കാൻ ആഗ്രഹിക്കാം. പക്ഷെ അവിടെയും ശ്രീ റെജി ലൂക്കോസ് ഒരു കാര്യം അങ്ങ് മറന്നുപോയി. അങ്ങ് PP ദിവ്യയെ ന്യായീകരിക്കുമ്പോൾ അങ്ങ് പറഞ്ഞത് PP ദിവ്യയും ADM ഇരിക്കുന്ന യോഗത്തിൽ പറഞ്ഞ് 2 ദിവസത്തിനകം പണി വരും എന്നുള്ളതാണ്. ആ 2 ദിവസത്തിനകം വരുന്ന പണി എന്താണ്? അത് പ്രശാന്തിനെ കൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. താൻ പത്തനംതിട്ടയിൽ പോയി ADM ആകുന്നതിന് മുമ്പ് തന്നെ 1 ലക്ഷം രൂപ പമ്പ് അനുവദിക്കുന്നതിന് കൈക്കൂലി മേടിച്ച് ADM അറസ്റ്റിൽ. കാരണം P ശശിയാണല്ലോ അവിടെ ഇരിക്കുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നവീൻ ബാബുവിനുണ്ടായിരുന്നു. കാരണം അപമാനിക്കപ്പെട്ട് തന്റെ കയ്യിൽ കൈവിലങ്ങ് വീണ് താൻ 1 ലക്ഷം രൂപ കൈക്കൂലി മേടിച്ച കേസിൽ പ്രതിയാകും, ആ പണിയാണ് വരുന്നത് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. ഇവിടെയും പറഞ്ഞത് പണി തന്നെയാണ്, പക്ഷെ അത് വേറൊരു രൂപത്തിലാണ്. CPM ആണ് പണി എന്ന ഭീഷണി മുഴക്കിയത് കൊണ്ട് പാവം സാബു മുളങ്ങാശ്ശേരിക്ക് അറിയാം ആ പണി ഏത് രൂപത്തിലാകും. ചിലപ്പോൾ കായികമായിട്ടുള്ള പണിയാകാം, ചിലപ്പോൾ തന്റെ കടയ്ക്ക് നേരെയുള്ള പണിയാകാം, ചിലപ്പോൾ തന്റെ ലോണിനി ബാക്കി തിരിച്ചു കിട്ടിയല്ലാത്ത പണിയാകാം. ഏതായാലും നല്ല പണി CPM-ൽ നിന്ന് വരുമെന്ന് സാബുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ സാബു ഇത്രയും കടുത്ത ഒരു, സാബുവിന്റെ ഭാര്യ പറഞ്ഞത് ശരിയാണ്, 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഒരു രൂപയുടെ കടബാധ്യത സാബു വിചാരിച്ചാൽ ഇപ്പൊ കട്ടപ്പന പട്ടണത്തിൽ നിന്ന്, പ്രത്യേകിച്ച് അവിടെ മർച്ചന്റ് അസോസിയേഷന്റെ ഒക്കെ ഡെയിലി ചിട്ടി 2 ലക്ഷം രൂപയൊന്നും സാബുവിനെ പോലെ ഒരാൾ വിചാരിച്ചാൽ എന്താ പറഞ്ഞേ അത് സമാഹരിക്കുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടായിരിക്കും, എങ്കിൽ പോലും അസാധ്യമായ ഒരു കാര്യമല്ല. പക്ഷെ അതിലൊക്കെ ഉപരിയായി സാബുവിന്റെ മനസ്സിനെ വല്ലാതെ ഭയപ്പെടുത്തുകയോ അല്ലെങ്കിൽ മനസ്സിനെ വല്ലാതെ തളർത്തുകയോ ചെയ്തിട്ടുള്ള സംസാരങ്ങൾ, ഭീഷണികൾ അത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഇവിടെ എനിക്കും ശ്രീ റെജി ലൂക്കോസിനും ആ കാര്യത്തിൽ തർക്കമില്ല. സജിയെ പോലുള്ള ആളുകൾ, ഞാൻ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും മോശക്കാരാണെന്നോ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഭരിക്കുന്ന സർവീസ് സഹകരണങ്ങൾ മോശമാണെന്നോ ഒന്നും പറഞ്ഞില്ല. പക്ഷെ റെജി സാർ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് കരുവന്നൂരിൽ തുടങ്ങി കണ്ടലയിൽ ഇപ്പൊ ദേ കട്ടപ്പനയിൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, CPM ഭരിക്കുന്ന നെടുങ്കണ്ടത്തെ ഒരു ബാങ്ക്, നല്ല നിലയിൽ പോകുന്ന ഒരു ബാങ്ക്, എനിക്ക് ആ കാര്യത്തിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. ആളുകൾ ക്യൂ നിൽക്കുക, കാരണം ആളുകൾ ഭയപ്പെടുന്നു. ഇതിവിടെ മാത്രമല്ല, ഞങ്ങൾ ഭരിക്കുന്ന പല ബാങ്കുകൾ സംസ്ഥാനത്തൊട്ടാകെ സഹകരണ മേഖലയിൽ നിക്ഷേപിച്ച ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഇനി ഈ ബാങ്കുകൾക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? അപ്പോ ഞാൻ പറഞ്ഞത്, എന്റെ ബഹുമാന്യായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു. തെറ്റായ മാർഗത്തിലൂടെ, ജനാധിപത്യ വിരുദ്ധ മാർഗത്തിലൂടെ സഹകരണ ബാങ്കുകളെ പിടിച്ചെടുത്തിട്ട്, പത്തനംതിട്ട ജില്ലയിൽ മാത്രം ഞങ്ങൾക്ക് 21 ബാങ്കാണ് ഒരു കൊല്ലത്തിനുള്ളിൽ നഷ്ടപ്പെട്ടത്. തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല, അടിച്ചോടിക്കുമല്ലേ ആളുകളെ. അതുപോലെ തന്നെ അടൂർ അസംബ്ലി മണ്ഡലത്തിന്റെ കീഴിൽ 5 ബാങ്കുകൾ, തുമ്പവൺ ബാങ്കാണ് ഏറ്റവും അവസാനം പോയത്. ചേവായൂരിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ സ്ഥിതിവിശേഷം. അപ്പോ ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ഈ ബാങ്കുകൾ, ഇത് നിക്ഷേപകരുടെ വിശ്വാസ്യതയെ തകർക്കുന്നു,
നിക്ഷേപകർ പിന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഈ പെട്ടെന്ന് ഈ സമ്പത്തെല്ലാം കൂടെ ഈ പാർട്ടിയുടെ എന്താ പറഞ്ഞ ഇവിടെ ആനന്ദ് കൊച്ചുകുട്ടി സാർ പറഞ്ഞ പോലെ ഈ പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഇപ്പോ ഞാൻ നേരിട്ടറിയുന്നതാണ്, ഇടുക്കി ജില്ലയിലെ CPM ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിരവധി പാർട്ടിയുടെ ക്രിമിനൽ നിന്നും അല്ല ഞാൻ പറയുന്നത്, പാർട്ടിക്ക് വേണ്ടി അങ്ങ് ചാവേറായി നിൽക്കുന്നവര്. അവര് 30,000-40,000 രൂപ ശമ്പളം. എന്താ അവരുടെ ജോലി എന്നറിയോ? ബാങ്കിന്റെ സെക്യൂരിറ്റി ഗാർഡുകൾ 1, ബാങ്കിന്റെ കളക്ഷൻ ഏജന്റുകൾ 2, ബാങ്കിന്റെ ഡ്രൈവർമാര്. ഇവരെല്ലാം ഡെയിലി വേജസിൽ 30,000, 40,000, 50,000 ശമ്പളം മേടിക്കുന്നത്. ഇവരുടെ പണി എന്താണ്? CPMന്റെ പാർട്ടി പരിപാടി വന്നാൽ കൊടിയുമായി കൊടി കുത്താൻ ഇറങ്ങുക, സമ്മേളനം വന്നാൽ അതിന്റെ മുന്നിൽ നിൽക്കുക, പ്രകടനം വന്നാൽ അതിന്റെ മുന്നിൽ നിൽക്കുക, രാഷ്ട്രീയ എതിരാളികളെ അടിക്കണമെങ്കിൽ അതിന് മുന്നിൽ നിൽക്കുക. എന്ന് പറഞ്ഞാൽ ശമ്പളം കൊടുത്ത് സർവീസ് സഹകരണ ബാങ്കുകൾ പിടിച്ചെടുത്ത് അതിൽ ഈ പാർട്ടി തൊഴിലാളികളെ ഇങ്ങനെ നിയമിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോ ഞാൻ കണ്ണൂരിൽ മുമ്പ് പറഞ്ഞ 850ഓളം ബാങ്കുകൾ, ഒരു ബാങ്കിൽ 10 പേര് വെച്ച് 850 × 10 8,500 പേര്. CPM ഒരു വിസിലടിച്ചാൽ ഇത്രയും ആളുകൾ എന്താ പറഞ്ഞേ ആ സെക്കൻഡിൽ അവിടെ വരികയാണ്. ഇതാണ് പല സഹകരണ ബാങ്കും പിടിച്ചെടുക്കുന്നതിനും ആ പിടിച്ചെടുക്കുന്നതിലൂടെ പാർട്ടിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതിന്റെ ഗവേഷണം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു തൊഴിലും ചെയ്യേണ്ട. ബാങ്കിന്റെ സെക്യൂരിറ്റിക്ക് എന്താ ജോലി? വൈകുന്നേരം അവിടെ ഒന്ന് വന്നു നോക്കുന്നു. ഇപ്പൊ എല്ലാ സഹകരണ ബാങ്കും പ്രധാന ബാങ്കുകളെല്ലാം ഇരിക്കുന്നത് ടൗണുകളിലാണ്. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സെക്യൂരിറ്റി നിന്ന് കാവൽ നിൽക്കേണ്ട കാര്യങ്ങളൊന്നും അപൂർവമായിട്ടുണ്ടാകാം. ഞാൻ പറഞ്ഞത് ഇതിന്റെ മറവിൽ ഒരു സംഘം ആളുകൾ, ഒരു സംഘം, അത് ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ സെക്യൂരിറ്റിക്കാരായി, കളക്ഷൻ ഏജന്റുമാരായി, അതല്ല എങ്കിൽ മറ്റ് ഡെയിലി വേജസിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്ന പേരിൽ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന പേരിൽ, ഇതെല്ലാം DYFIക്കാര്, SFIക്കാര്. ഈ ഒരു കമ്മ്യൂണിസ്റ്റ് വൽക്കരണം കേരളത്തിലെ സഹകരണ മേഖലയിൽ ഞാൻ റെജി ലൂക്കോസിനോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുന്നു, അങ്ങ് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തിയാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം, എത്രയോ ആളുകൾ ഒരു തൊഴിലും ചെയ്യാതെ ഈ സഹകരണ ബാങ്കുകളെ ഇങ്ങനെ കൈയടക്കി വെച്ച് കഴിയുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യങ്ങളൊക്കെ ചെന്ന് അവസാനിക്കുന്നത് എവിടെയാ? ഈ ആളുകൾ, അതായത് സാബുവിനെ പോലുള്ള സേനാപതിയോട് ഒരു ചോദ്യം റെജി ലൂക്കോസ് ചോദിച്ചിരുന്നു. ഈ പുൽപ്പള്ളി ബാങ്ക് ക്രമക്കേടിലെ KK ബ്രാഹ്മിനെ അറസ്റ്റ് ചെയ്തു, അയാൾക്കെതിരെ നടപടി എടുത്തു. അവിടെ തന്നെ മറ്റൊരാളെ സേവാദളിന്റെ നേതാവാക്കി മാറ്റി, അതിന്റെ പ്രധാന സൂത്രധാരനെ എന്നും ആരോപണം. ഞാൻ പറഞ്ഞല്ലോ അജിംസെ, ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, സഹകരണ മേഖലയിൽ ആര് ക്രമക്കേട് നടത്തിയിട്ടുണ്ടോ അത് Xോ Y അല്ല. ഇപ്പൊ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. അവരെ ഒന്നും പുറത്തിറങ്ങിയാലാത്ത രീതിയിൽ അവർക്കെതിരെ നടപടികൾ സ്വീകരിച്ച്, അത് എബ്രാഹിം അല്ല, ഇനി അതിനപ്പുറത്ത് നിൽക്കുന്ന ആളാണ്. കാരണം ഇതൊക്കെ സാധാരണക്കാരൻ കൊണ്ടുപോയി നിൽക്കുന്ന ഡിപ്പോസിറ്റുകളാണ്. ഒരാളെ പോലും മാതൃകാപരമായിട്ട് നടപടി സ്വീകരിച്ചോട്ടെ തന്നെ. ആർക്കാണ് ഇതിന് തടസ്സം? അതോടൊപ്പം തന്നെ ഇവരൊക്കെ ഈ അനധികൃതമായിട്ട് എടുത്തിരിക്കുന്ന തുക ഇവരുടെ സ്വത്തിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കട്ടെ. 4 ഇടത്ത് നടത്തി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരാളും ഈ കള്ളത്തരത്തിനും കൊള്ളയ്ക്കും കൂട്ടു നിൽക്കലെന്നേ. അത് KK ബ്രാഹ്മൺ, ഞാൻ മനസ്സിലാക്കുന്ന അവിടെ 30 ലക്ഷത്തിന്റെയാണ് ക്രമക്കേട്. അതൊക്കെ പേഴ്സണലായിട്ട് അദ്ദേഹം കുറെ കൊടുത്തു തീർത്തു, ബാക്കിയൊക്കെ കൊടുത്തു തീർത്തു എന്നുള്ളതാണ്. ഏതായാലും കരുവന്നൂരിലെ പോലെ അത്രയും വലിയ ഭയാനകമായ ഭീകരമായ തുകയൊന്നും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീ റെജി ലൂക്കോസ്, ഈ ഒന്ന് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണ്. പാർട്ടി സമ്മേളനങ്ങളിൽ ഇത്തരം പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് ഒരു കാര്യം. മറ്റൊന്ന്, ഇപ്പോൾ കരുവന്നൂർ ബാങ്ക് ക്രമക്കേട് കേസിൽ ED പറന്നിറങ്ങിയപ്പോൾ പോലും പാർട്ടിയെയോ അല്ലെങ്കിൽ ഈ സഹകരണ മേഖലയോ ജനങ്ങൾ കാര്യമായി തള്ളിപ്പറയുകയോ സംശയിക്കുകയോ ചെയ്യുന്നില്ല. കാരണം അതിന് പിന്നിലെ ചില രാഷ്ട്രീയ ഗൂഢാലോചനയെ കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ഈ നവീൻ ബാബുവിൻ്റെ വിഷയത്തിലും ഇപ്പോൾ സാബുവിൻ്റെ വിഷയത്തിലും നടത്തിയിട്ടുള്ള പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള മോശം പെരുമാറ്റം, അതിന് ജനം നിങ്ങളോട് ക്ഷമിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അജിംസ്, ഇതിന് തൊട്ട് മുമ്പ് പങ്കെടുത്തൊരു ചർച്ചയിൽ ഒരു കാര്യം വെളിപ്പെട്ടിരുന്നു. അത് ഞാൻ പ്രിയപ്പെട്ട സേനാപതി വേണുവിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാണ്. അത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സബ്ജക്റ്റ് കറക്റ്റ്. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, 2000-ലാണ് ബഹുമാനപ്പെട്ട സാബുവിന് അദ്ദേഹത്തിൻ്റെ 85 ലക്ഷത്തോളം രൂപ അദ്ദേഹം ഓസ്ട്രേലിയയിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ. ഞാനും ഒരു NRI, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വേദന അറിയാൻ പറ്റും. അദ്ദേഹം പിൻവലിക്കുന്നത് അന്ന് ഇടതുപക്ഷ അധികാരത്തിലേറിയതിന് ശേഷമാണ്. 2000, കാരണം 4.5 വർഷമായിട്ട് ഇടതുപക്ഷമാണ്, LDF ആണ് ആ ബാങ്ക് ഭരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു വിശ്വസ്തത ഉണ്ടായി. അവർ വീണ്ടും കൊണ്ടുവരേണ്ട 60 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്കിനുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങൾ മുഴുവൻ തട്ടിപ്പിൻ്റെ പേരിലൊന്നുമല്ല. ഈ ലോൺ കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത ബാധ്യതയ്ക്ക് ഈ സഹകരണ ബാങ്കുകളെ സംബന്ധിച്ചോളം വലിയ പ്രശ്നങ്ങളാണ്. കാരണം സഹകരണ ബാങ്കിന് അതർ സോഴ്സസ് ഒന്നുമില്ല. ലോൺ കൊടുത്ത് തിരിച്ചു കിട്ടാതാണെങ്കിൽ അസറ്റ് ഉണ്ടാവുമല്ലോ, അസറ്റില്ലാതെ നിങ്ങൾ ലോൺ കൊടുത്തിട്ടുണ്ടാവും. അല്ല 20 കോടി രൂപ ബാധ്യത ഉണ്ടായത് UDFിന്റെ ഭരണകാലത്താണ് അജിംസെ.
അല്ലാതെ കൊണ്ട് അത് LDF പറഞ്ഞായിരുന്നില്ല. ഞാനിതിനൊന്നും ജസ്റ്റിഫൈ ചെയ്ത് പറയുന്നില്ല, അതൊരു വസ്തുതയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ വിഷയം എന്താണ്? ഇവിടെ ഇപ്പോൾ സേനാപതി വേണു പറഞ്ഞ ഒരു കാര്യം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുക. അതായത് സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിലാണ്. 2ാം സ്ഥാനത്ത് ഇത് ഈ കേരളത്തിൻ്റെ പകുതിയിൽ താഴെയാണ് പഞ്ചാബ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ അതിലൊക്കെ പുറയിലാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു അതിനൊരു വകുപ്പുണ്ടാക്കി, സഹകരണ വകുപ്പുണ്ടാക്കി. അത് കേരളത്തിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് സഹകരണ ബാങ്കുകൾ പിടിച്ചെടുക്കേണ്ട അമിത്ഷാ അതിൻ്റെ പോർട്ട്ഫോളിയോയും ഏറ്റെടുത്തു. അപ്പോൾ അന്ന് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ BJP ഒഴിച്ച് എല്ലാവരും അതിനെ പ്രതിഷേധിച്ചു. കാരണം എന്തുകൊണ്ടാണ്? അതൊരു ദേശീയ കേന്ദ്ര ഗവൺമെൻറ് അണ്ടറിൽ, റിസർവ് ബാങ്കിൻ്റെ ഡയറക്റ്റ് അണ്ടറിൽ വന്നാൽ, റിസർവ് ബാങ്കിലോട്ട് ബാധ്യതയില്ലെന്നല്ല ഞാൻ പറഞ്ഞു, വന്നാൽ നമുക്ക് ഷെഡ്യൂൾഡ് ബാങ്കിലേക്ക് പോയി യാചിക്കുന്ന സാഹചര്യത്തിൽ വരും. ഇതങ്ങനെയല്ല. ഒരു 1 ലക്ഷം രൂപ വരെ വ്യക്തിപരമായ ജാമ്യത്തിലൊക്കെ കിട്ടുന്ന സംവിധാനമാണ് സഹകരണ ബാങ്കും. പക്ഷെ തിരിച്ചു കിട്ടാനുള്ള ബാധ്യത എന്ന് പറയുന്നത് ചെറുതായ കാര്യങ്ങളില്ല. അതിന് പല കാരണങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടായ ബാധ്യതയിൽ ആ ബാങ്കിൻ്റെ അധികൃതർക്കും ഈ പറയുന്ന സജി ഉൾപ്പെടെയുള്ളവർക്കും ആ മനുഷ്യനോട് ഒരു അല്പം കരുണയിൽ മാന്യമായിട്ട് ഇങ്ങനൊരു പ്രശ്നങ്ങളുണ്ട് സംസാരിക്കാമായിരുന്നു. അതിനൊരു തർക്കമില്ല. അവർ ചെയ്തത് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് തള്ളിവിടുമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ചരമക്കുറിപ്പിൽ, അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ വ്യക്തമായിട്ട്, അതിൻ്റെ കോപ്പി നിങ്ങളുടെ കാണുമല്ലോ, വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അതൊരു തെറ്റായ കടുത്ത അനീതിയാണ്. ഒരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും, ഞാൻ നേരത്തെ പറഞ്ഞു 93 90 വയസ്സുള്ള മാതാപിതാക്കളാണ്. ആ പിതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ചിത്രമൊക്കെ TV കണ്ടപ്പോഴത്തേക്ക് കണ്ണു നിറഞ്ഞു. കാരണം മനുഷ്യരായിട്ടുള്ളവർക്കൊന്നും അതിനായിരിക്കാൻ പറ്റത്തില്ല ഈ ചെയ്ത പ്രവൃത്തികൾ. ഞാൻ പറയുന്നത് ആ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ PP ദിവ്യയോട് കർശനമായ നടപടി സ്വീകരിച്ച ഒരു സംവിധാനമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ആ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർക്കും ഈ സജി എന്ന് പറയുന്ന ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് ഈ സർക്കാർ ഒരിക്കലും മടിക്കത്തില്ല. അതുകൊണ്ടാണ് ദ്രുതഗതിയിൽ തന്നെ പോലീസ് സംവിധാനം രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇവർക്കെതിരെ അന്വേഷണങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അന്വേഷണം പൂർത്തീകരിക്കുമ്പോൾ ഇവർ ജയിലിലായിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് ആരും തർക്കമില്ല. ഇവരെ പോലുള്ള ചില അപൂർവ വ്യക്തികളാണ് ഏത് പ്രസ്ഥാനത്തിനും, കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും, ജനങ്ങളുടെ മുമ്പിൽ കളങ്കം ഉണ്ടാക്കുന്ന ഇത്തരം ചില വ്യക്തികളാണ്. ഇപ്പം എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇങ്ങനെ കുറേ പേരുണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല. അവർക്കെതിരെ നടപടിയെടുക്കുന്ന പാരമ്പര്യമുള്ള പാർട്ടിയാണ് CPM. അതാണ് ഞാൻ ദിവ്യയുടെ കാര്യം ഇവിടെ പറഞ്ഞത്. അത് CPM അടിക്കത്തില്ല. അത് തന്നെയല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്ന വേറൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ഒരൊറ്റ കാര്യമുണ്ട്, എനിക്കത് സമയം തന്നില്ല. ഒരു കാര്യം ഇവിടെ ഉണ്ട്. എന്താ അറിയോ? ഇവിടെ സാബു എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി ഏറ്റ മാനസികമായ ആഘാതവും അദ്ദേഹത്തിന് കിട്ടിയ ഭീഷണിയും ഇനി ഒരിക്കലും ഒരാളുടെ ഭാഗത്ത് നിന്ന് കേരളത്തിൽ ഉണ്ടാകരുത്. ഈ ഒരു മരണം ഒരു പാഠമാകണം. അതുകൊണ്ട് നിങ്ങൾ CPM മാത്രം ഇങ്ങനെ വിചാരണ ചെയ്യുന്നതിൽ അർത്ഥമില്ല. CPM ആണ് കേരളത്തിലെ ഭൂരിപക്ഷം കോപ്പറേറ്റീവ് ബാങ്ക് ഭരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ജനങ്ങൾക്ക് വിശ്വാസമുള്ള. ഇപ്പം ഞാൻ ഉള്ള ഒരു കോപ്പറേറ്റീവ്, ഞാൻ ബോർഡ് മെമ്പറൊന്നുമല്ല ബാങ്കിൽ, എൻ്റെ ഫാദർ അവിടെ ബോർഡ് മെമ്പറായിരുന്നു. ഇപ്പോഴും അത് ലാഭത്തിലാണ്. എത്ര കൃത്യമായിട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അപൂർവം ചില സ്ഥലത്ത് ഈ വിഷയങ്ങളുണ്ടില്ലെന്ന് പറയുന്നില്ല. അപൂർവം ചില വ്യക്തിത്വങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. കരിവന്നൂർ ബാങ്കിൻ്റെ പേരിൽ അവിടെ അഴിമതി നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു സഖാവിനെ 1.5 വർഷം ജയിലിലിട്ടു. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ED ചോദിച്ചു, നിങ്ങൾ എന്ത് തെളിവിന് വരെ ഈ മനുഷ്യനെ 1.5 വർഷം ജയിലിലിട്ടിരിക്കണമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ റിലീസ് ചെയ്തു. അപ്പോൾ ഇത്തരം ആരോപണങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒന്നടങ്കം ആരോപിക്കാൻ പാടില്ല. ഇപ്പം ബഹുമാനപ്പെട്ട സേനാപതി വേണു പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങൾ സഹകരണ ബാങ്കിലുള്ള ജനങ്ങളുടെ മുഖവരക്കെടുക്കുന്നു. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഒന്ന് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണ്. പാർട്ടി സമ്മേളനങ്ങളിൽ നമ്മൾ പല കാലങ്ങളായി ഈ തെറ്റിദ്ധരുത്തലായി കേൾക്കാറുള്ളതാണ്. അതുപോലെ ഈ നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് പാർട്ടി വല്ലാതെ പ്രതിസന്ധിയിലായ ഒരു സമയത്ത് കൂടിയാണ് ഈ പാർട്ടി സമ്മേളനം നടക്കുന്നത്. അപ്പോഴാണ് ഇപ്പോൾ റെജി ലൂക്കോസ് പോലും തുറന്ന് എതിർക്കുന്ന, റെജി ലൂക്കോസ് പോലും അതിരൂക്ഷമായി വിമർശിക്കുന്ന ഈ മുൻ ഏരിയ സെക്രട്ടറിയുടെ നടപടി വരുന്നത്. ഇത് യഥാർത്ഥത്തിൽ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയല്ലേ? ഇത് ഈ മുൻകാല അനുഭവങ്ങളിൽ നിന്നും അവർ പഠിക്കുന്നില്ലേ? ഇപ്പോൾ നടക്കുന്ന ഏരിയ സമ്മേളനങ്ങളിൽ ഇത് സംബന്ധിച്ച് ചർച്ചയൊന്നും ഉണ്ടാവുന്നില്ലേ? അങ്ങനെ ഒരു തിരുത്തലൊന്നും ഉണ്ടാവില്ലേ? അല്ല അജിംസ്, ഈ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഈ PP ദിവ്യയുടെ കാര്യം ഞാനൊരു മുതിർന്ന CPMൻ്റെ നേതാവിനോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ അവരെക്കുറിച്ച് ഇങ്ങനെ അവർ പത്തനംതിട്ട കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി ഒരു നിലപാടെടുക്കുന്നു, കണ്ണൂർ മറ്റൊരു നിലപാടെടുക്കുന്നു. അങ്ങനെ എന്നിട്ട് PK ശ്രീമതിയും അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യ ശ്യാമള തന്നെ അവരെ ജയിലിൽ സ്വീകരിക്കാൻ പോകുന്നു. ഈ കാര്യത്തെക്കുറിച്ച് CPMൻ്റെ ഒരു മുതിർന്ന നേതാവ് എന്നോട് പറഞ്ഞത്, CPMൻ്റെ ഒരു കാഡർ, അതിപ്പോൾ PK ശശി ആയാലും P ശശി ആയാലും ദിവ്യ ആണെങ്കിലും അങ്ങനെ ആരാണെങ്കിലും അവരെ ഇങ്ങനെ വെറുതെ ഒരു പാർട്ടിയുടെ പുറത്തേക്ക് തള്ളിവിടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവരെപ്പോഴും തെറ്റിദ്ധരുത്തി തിരിച്ചു വരേണ്ട ആൾക്കാരാണ്. ഇവർ ചെറുപ്പം മുതൽ ട്രെയിൻ ചെയ്ത് ആണ് ഒരു സഖാവ് ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് CPMൻ്റെ ആ മുതിർന്ന നേതാവ് എന്നോട് പറഞ്ഞത്. ഇവർക്ക് കാഡർമാരെ തിരുത്താൻ അല്ലെങ്കിൽ തിരുത്തുന്നതൊക്കെ കൊള്ളാം. പക്ഷേ ഈ പാർട്ടി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കേഡർമാർ, ഇപ്പോൾ വിജയരാഘവൻ എന്ന് പറയുന്ന പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം, അദ്ദേഹം കഴിഞ്ഞ ദിവസം കേച്ചേരിയിൽ നടത്തിയ പ്രസംഗം
ഒരു 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 നിലവാരമുള്ള ഒരു സഖാവ്, പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ സഖാവ് എന്ന് പറയുമ്പോൾ അയാൾ ഒരു സാധാരണ കോൺഗ്രസ്സുകാരനേക്കാൾ കൂടുതൽ ഒരു ഉന്നത നിലവാരം പുലർത്തുന്ന ആൾ എന്നാണ് സാധാരണ സങ്കല്പം. വ്യക്തിപരമായിട്ട് പൈസ ഉണ്ടാക്കാത്ത അല്ലെങ്കിൽ കുറച്ചുകൂടി മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാൾ. പക്ഷേ ഇപ്പോൾ അതിന് മാനം, അതിൻ്റെ കൊണോട്ടേഷൻ എല്ലാം മാറി. ഇവർക്കൊന്നും ഒരു നിലവാരവുമില്ലാത്ത ആൾക്കാരായി മാറുന്ന ഒരു കാഴ്ചയാണ് CPM-ൻ്റെ നേതാക്കളുടെ കാര്യം. ഈ വിജയരാഘവൻ അന്ന് കേച്ചേരിയിൽ നടത്തിയ പ്രസംഗം, ഈ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ അയാൾക്ക് എത്താം. അതായത് ഈ നിലവാരമില്ലാത്ത വിജയരാഘവന് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ എത്താം. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ ഒരു ചെറിയ ഒരു എന്താ പറയുന്നത്, ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദി ലിപ്പ് ഒരു സ്ലിപ്പിൽ അവസരം നഷ്ടപ്പെട്ട AK ബാലൻ, അദ്ദേഹം ഓരോ ദിവസവും രാവിലെ ഈ ചാനലുകളിൽ വന്നിട്ട് അദ്ദേഹം കുതിരവട്ടം പപ്പുവിനെ പോലെ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് CPM-ൻ്റെ ഇപ്പോഴത്തെ പ്രമുഖ നേതാക്കളുടെ അവസ്ഥ. ഈ പിണറായി വിജയൻ എന്ന ഒറ്റ മനുഷ്യൻ്റെ ഒരു കെയർ ഓഫിൽ അല്ലെങ്കിൽ ആ ഒരു കൾട്ട് ഓഫ് പേഴ്സണാലിറ്റിയിൽ നിലനിൽക്കുന്ന പാർട്ടി, ഈ പാർട്ടിക്ക് ഒരു തവണ അധികാരം നഷ്ടപ്പെട്ടാൽ, ഇപ്പോൾ ഇവിടെ സാംസ്കാരിക നായരുണ്ടല്ലോ, പണ്ട് VS-ൻ്റെ കാലത്ത് VS-നെ പിന്തുണയ്ക്കുകയും അതിനുശേഷം ഒറ്റയടിക്ക് പിണറായി വിജയൻ്റെ സ്തുതിപാഠകരായി മാറിയ, അവാർഡുകൾ നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരു നാളെ BJP-ക്കാരായി മാറും. CPM-ൻ്റെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തന്നെ കണ്ടതാണ് ഈ ഈഴവ വോട്ട് ബാങ്ക് എങ്ങനെയാണ് ഒറ്റയടിക്ക് മാറിയതെന്ന്. ഇതുപോലെയുള്ള ഇവർ ഈ പറയുന്ന കേഡർമാരൊന്നുമല്ല പാർട്ടിക്ക് ഇപ്പോൾ ഉള്ളത്. ഇതുപോലെയുള്ള ഗുണ്ടായിസവും എല്ലാത്തരം വഷളത്തരവുമുള്ള ആൾക്കാരായി CPM-ൻ്റെ ആൾക്കാർ മാറി. കാരണം അവർക്ക് ഈ അധികാരത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു ധാർഷ്ട്യം. അവ എങ്ങനെയെങ്കിലും അധികാരത്തിൽ തുടരും, അടുത്ത തവണ അധികാരത്തിൽ വരുമെന്നാണ് ഇപ്പോൾ CPM-ൻ്റെ ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേലക്കര തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയുടെ ആ ഒരു മൊത്തത്തിലുള്ള അദ്ദേഹത്തിന്റെ കോൺഫിഡൻസിൽ വന്ന മാറ്റം, കണ്ണൂരിൽ നവീൻ ബാബുവിന്റെ മരണവും കട്ടപ്പനയിലെ സാബുവിന്റെ മരണവും ചില രോഗലക്ഷണങ്ങളാണ്. ആ രോഗലക്ഷണങ്ങൾക്ക് പാർട്ടി സമ്മേളനങ്ങൾ ചികിത്സ നടത്തുമോ, ഇല്ലെങ്കിൽ ഒരു സഡൻ ഡെത്തിലേക്ക് ഈ രോഗി പോകുമോ തുടങ്ങിയ ആശങ്ക CPM-ൻ്റെത് മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെത് കൂടിയാണ്. നന്ദി ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ശ്രീ റെജി ലൂക്കോസ്, സേനാപതി വേണു, മേരിക്കുട്ടി, ഇത്രയും സംസാരിച്ചത്.